السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله عليه وعلى آله وصحبه وأتباعه ومن تبعهم بإحسان إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم إلى آخر الآية. صدق الله العظيم. وقال نبينا محمد صلى الله عليه وسلم: لا تسبوا أصحابي فإنهم خياركم ولو أنفق أحد مثل أحد ذهبا ما بلغ مد أحدهم ولا نصيفه، أو كما قال عليه الصلاة والسلام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഉലമാക്കൾ, സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങൾ, മറ്റ് മുഅ്മിനീങ്ങളായ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നുബുവത്തും റിസാലത്തും നൽകി ഈ ലോകത്തേക്ക് നിയോഗിക്കുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് മുമ്പ് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതാത് കാലങ്ങൾക്കനുസൃതമായി അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ച് അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ ഏതാണ് മാർഗമെന്നുള്ളത് അതാത് കാലങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർ വഴിയായി വഹ്യ് മുഖേന അറിയിച്ചു കൊടുത്തിരുന്നു. ആ കാലങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നൽകപ്പെട്ട ഈ നിർദ്ദേശങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി. അതെല്ലാം കാലഹരണപ്പെട്ടു, അതിനൊന്നും സ്ഥാനമില്ലാതായി. ഇനി ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത് മുതൽ ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് നിലനിൽക്കേണ്ടത്, നടപ്പിലാകേണ്ടത്, ആളുകൾ അംഗീകരിക്കേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത് സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ പരിശുദ്ധമായ വഹ്യിന്റെ നിർദ്ദേശങ്ങളാണ്. അതിന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണങ്ങളുമാണ്. ഇത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമാണ്. സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്തും റിസാലത്തും നൽകി ഈ ലോകത്തേക്ക് നിയോഗിച്ചു എന്നുള്ളത് ഇന്നോളം ആരും നിഷേധിച്ചിട്ടില്ല, അംഗീകരിക്കപ്പെടാവുന്ന ആരും. എല്ലാവരും എല്ലാ കാലത്തും സമ്മതിക്കുന്നതാണ്. ഇസ്ലാമിന്റെ പേരിൽ എന്തെല്ലാം പ്രസ്ഥാനങ്ങളുണ്ടോ, എന്തെല്ലാം വിഭാഗങ്ങളുണ്ടോ, ആരെല്ലാം ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ, ഇവരെല്ലാവരും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തവരാണ്. അത് സമ്മതിക്കുന്നത് കൊണ്ടാണല്ലോ അതിനെ വിമർശിക്കുകയും അതിനെ പലതരത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഓരോരുത്തരും അവരുടെ ഇഷ്ടാനുസരണം വ്യാഖ്യാനിച്ച് അവരുടെ ഇഷ്ടാനുസരണം അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളെ സമർത്ഥിക്കാൻ, സ്ഥിരീകരിക്കാൻ വേണ്ടി ഇതേ മാർഗങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നുബുവത്ത്, റിസാലത്ത് കൊടുത്തു, നിയോഗിച്ചു. നുബുവത്ത്, റിസാലത്ത് ഇതെല്ലാം അല്ലാഹുവിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. അങ്ങനത്തെ പതിവ് അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അതിലൊന്നും ആർക്കും നിഷേധമൊന്നുമില്ല. ഇസ്ലാമിനെ വിശ്വസിക്കാത്ത, അംഗീകരിക്കാത്ത ആളുകൾ, ഇതര മതസ്ഥരായ ആളുകളും അതിൽ ശരിയായ നിലയിൽ ഇതിനെ
വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം സമ്മതിക്കുന്ന കാര്യമാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരു മനുഷ്യനായി ജീവിച്ചു പോയ ആളല്ല. അള്ളാഹുവിൽ നിന്നും നുബുവത്തും റിസാലത്തും നൽകി നിയോഗിക്കപ്പെട്ട ആളാണ്. അതുപോലെ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമകൾക്ക് ഭൗതിക പാരത്രിക ജീവിതത്തിന്റെ എല്ലാ വിജയത്തിന്റെയും നിദാനമായ കാര്യങ്ങൾ, അതിനാവശ്യമായ കാര്യങ്ങൾ, ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് പൂർണ്ണമായ നിലയിലുള്ള നിർദ്ദേശം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല വഹി മുഖേന നൽകിയിട്ടുണ്ട് എന്നുള്ളതും ലോകം സമ്മതിക്കുന്ന കാര്യമാണ്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും എല്ലാം പറഞ്ഞ് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പൊതുവായ നിലയിൽ ലോകം ഇന്നോളം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നും ആ അംഗീകാരം നിലനിൽക്കുകയാണ്. ഇനിയും ഖിയാമത്ത് നാൾ വരെ ഈ അംഗീകാരം നിലനിൽക്കുകയും തുടരുകയും ചെയ്യും. ഇതില്ലാതാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അംഗീകരിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ മറ്റൊരു വിഷയം, പരിശുദ്ധമായ ഈ ദീൻ എന്ന് ഈ ലോകത്ത് വന്നോ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നു മുതൽ ഈ ദീനിനെ നിഷേധിക്കുകയും ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഇതിനെ വികലമാക്കാനുള്ള മാർഗങ്ങൾ നോക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ചരിത്രമാണ്, സംഭവമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കലിമയുടെ വിശ്വാസത്തെ കുറിച്ച് സ്വന്തം നാട്ടുകാരായ ആളുകളോട് പറഞ്ഞപ്പോൾ അന്ന് തന്നെ നബി തങ്ങളെ എതിർക്കുന്ന, നിഷേധിക്കുന്ന ആളുകളുണ്ടായി. അവർ നിഷേധിച്ചു കൊണ്ടിരുന്നു. നിഷേധത്തിലേക്ക് ആളുകളെ ചേർക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. നശിപ്പിക്കാൻ വേണ്ടി ഇവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വകവരുത്താൻ വേണ്ടി, തങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയും ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമോ അങ്ങനത്തെ മുഴുവൻ മാർഗങ്ങളും സ്വീകരിച്ചതാണ്. പക്ഷെ സാധിച്ചില്ല ഇല്ലാതാക്കാൻ. ഏതെല്ലാം തരത്തിലുള്ള ശത്രുതകൾ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ അങ്ങനെ തന്നെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട് മുഴുവൻ ആളുകളും സമ്മതിച്ച് ഈ ദീനിനെ ഏറ്റെടുത്ത ഒരു സംഭവം ഈ ലോകത്ത് ഇന്നോളം ഉണ്ടായിട്ടില്ല. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദൗത്യം തുടങ്ങിയോ അന്നു മുതൽ ഇതിന്റെ എതിരിൽ, ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പലതരത്തിൽ ശ്രമിക്കുന്ന ആളുകൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുഴുവനും തുടർന്നു. പല നിലയിൽ തങ്ങൾ അതിനെ പ്രതിരോധിക്കേണ്ടി വന്നു. നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി പാടുപെടുകയും ചെയ്ത ആളുകളോട് ഒരു കാലം വരെ അള്ളാഹുവിന്റെ നിർദ്ദേശം നിങ്ങൾ അത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. 13 വർഷക്കാലം മക്കയിൽ ജീവിച്ചപ്പോൾ ഈ ശത്രുത മുഴുവനും സഹിച്ച് ഏറ്റുവാങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളോടൊപ്പം കൂടുന്നവരും ജീവിച്ചതാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം തിരിച്ചൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇത് സഹിച്ചാ മതി, ക്ഷമിച്ചാ മതി. വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം അതാണ്. അവിടെ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു, നാടുപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ പോയതിനു ശേഷം അവിടെ നിന്നാണ് പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഈ ശത്രുക്കളെ തടുക്കേണ്ടി വന്നത്. ആക്രമണമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ആരെയും ആക്രമിക്കാൻ വേണ്ടി യുദ്ധം നടത്തിയിട്ടില്ല. അക്രമത്തിന് വന്നവരെ തടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുവാദവും ഉണ്ടായത് തടുക്കാൻ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് യുദ്ധത്തിന് അനുവാദം കിട്ടുന്നത്, ഏറ്റുമുട്ടാനുള്ള അനുവാദം അള്ളാഹു തആല നൽകുന്നത് ഈ നിബന്ധനയോട് കൂടിയാണ്. ആക്രമിക്കപ്പെടുന്ന മർദ്ദിതരായ നിങ്ങൾക്ക് അനുവാദം തരുന്നു നിങ്ങൾ പ്രതിരോധിക്കാൻ. അത് മർദ്ദിക്കപ്പെട്ടു എന്ന കാരണത്തിന്റെ പേരിൽ തന്നെയാണ്. ആ മർദ്ദനം ഏറ്റെടുക്കേണ്ട കാര്യം ഇനി ഇല്ല, ഇനി നിങ്ങൾക്ക് പ്രതിരോധിക്കാമെന്നുള്ള അനുവാദമാണ്. അങ്ങനത്തെ പ്രതിരോധം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇത് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ വിധങ്ങൾ ചെയ്യുന്ന കൊണ്ടുവരുന്ന ദീന ശരിയല്ല എന്നും ഇങ്ങനെ പോരാ എന്നും ഇതിൽ നീതിയില്ല എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക്ഷം പിടിക്കുന്നുവെന്നും എന്തൊക്കെയോ പറഞ്ഞ് പല വിഭാഗം ആളുകളും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് പോലും പറയുകയുണ്ടായി. അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? തങ്ങൾ പറഞ്ഞ മറുപടി,
നീ എന്നെ കുറിച്ച് നീതിമാനല്ല, നീതിയായ നിലയിലല്ല ഞാൻ പ്രവർത്തിച്ചത് എന്ന് പറയുന്നല്ലോ. ഞാൻ നീതി ചെയ്യാതിരുന്നുവെങ്കിൽ നീ എങ്ങനെ ഈ കൂട്ടത്തിൽ പെടുമായിരുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിന്നെ ഇതിൽ പെടുത്താതെ, ഇത് പറഞ്ഞു തരാതെ നിന്നെ ഒഴിവാക്കാമായിരുന്നല്ലോ എനിക്ക്. ഞാൻ എന്തിനു നിനക്ക് ഇതെല്ലാം പറഞ്ഞു തന്ന നിന്നെ ഈ കൂട്ടത്തിൽ കൂട്ടി? അപ്പൊ നീതി ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് എല്ലാവർക്കും എന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഞാൻ നിർവഹിച്ചു എന്നുള്ളത് തന്നെ. ഞാൻ ആരെയും അതിൽ നിന്ന് ഒഴിവാക്കിയില്ല, ആരെയും മാറ്റി നിർത്തിയില്ല, ആർക്കും ഇത് കിട്ടണമെന്ന് വിചാരിച്ചില്ല എന്നല്ല. ഇത് മുഴുവൻ ആളുകൾക്കും, തങ്ങളുടെ വിരോധികൾക്കും ശത്രുക്കൾക്കും തങ്ങളെ ഉപദ്രവിച്ചവർക്കും തങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയവർക്കും ഈ പരിശുദ്ധമായ ദീനിനെ ഇല്ലാതാക്കാൻ നോക്കിയവർക്കും എല്ലാം ഇത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ തങ്ങൾ വിഷമിച്ചു നടന്നു. അല്ലാഹു തആല പറയുന്നു, തങ്ങൾ എന്തിനിങ്ങനെ വിഷമിക്കുന്നു? തങ്ങളുടെ വിഷമം കണ്ടാൽ ഈ ആളുകൾക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി കളയുമെന്ന് തോന്നിപ്പോകുന്നല്ലോ. ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്. എത്ര സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് ഈ കാര്യം ചോദിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഇതില്ലാതാക്കാൻ വേണ്ടി പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഇന്നോളം തുടരുകയാണ്. അതിന്റെ തുടർപ്പാണിത്. ഇതൊരിക്കലും പൂർണ്ണമായ നിലയിൽ ആവുകയേ ഇല്ല. ലോകം മുഴുവൻ എല്ലാവരും ഇതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരവസ്ഥ വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. എപ്പോഴും ഉണ്ടാകും ഇതിനെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ, ഇതിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ വരുത്താൻ പരിശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ എത്രയെല്ലാം, ആരെല്ലാം, എങ്ങനെയെല്ലാം പരിശ്രമിച്ചാലും ശരി, ഒരിക്കലും ഇത് ഇല്ലാതായി പോവുകയില്ല, ഇല്ലാതായി പോവുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെല്ലാം ഇതിനെ സഹകരിക്കാതെ മാറി നിന്ന് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഏതെല്ലാം തരത്തിൽ അവർ പരിശ്രമിച്ചാലും ശരി, അതൊന്നും ബാധിക്കാതെ ഒരു വിഭാഗം എക്കാലത്തും തുടരും. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല ഈ ലോകത്തെ ഇല്ലാതാക്കുന്നത് വരെയും ഈ പരിശുദ്ധ ദീനിനെ അതിന്റെ തനതായ രൂപത്തിൽ നിലനിർത്താൻ ഒരു വിഭാഗം എക്കാലത്തും ഉണ്ടാകും. ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹി വഹും അലാ ദാലിക് ലാ യദുറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും. എക്കാലത്തും ഇത് നിലനിൽക്കും. ഇതിനെ ഇല്ലാതാക്കാൻ ആർക്കും ഈ ലോകത്ത് സാധിക്കുകയില്ല. പിന്നെ വെറുതെ കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം, കുറെ ആളുകളെ അവർക്ക് എന്താണ് കാര്യമെന്ന് ബോധ്യപ്പെടാതെ അസ്വസ്ഥരായി കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാം. ചില ആളുകൾ ശരിയായ നിലയിൽ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരെ ദിശ മാറ്റി വഴികെടുത്തി മറ്റേതെങ്കിലും രീതിയിലാക്കാം. ഇതൊക്കെ അവർക്ക് സാധിച്ചെന്ന് വന്നേക്കാം. പക്ഷെ പരിശുദ്ധ ദീനിനെ ഇല്ലാതാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നതാണ്, അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുന്നതാണ്. അല്ലാഹു ഏറ്റെടുത്ത ഉത്തരവാദിത്വം അല്ലാഹു നിർവഹിക്കുക തന്നെ ചെയ്യും. അല്ലാഹു അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിൽ ആർക്കും സംശയം വേണ്ട, സംശയിക്കുന്നവരാരുമില്ല. അല്ലാഹു തആല പറഞ്ഞ ഈ പരിശുദ്ധമായ ദീൻ എന്റേതാണ്, ഞാൻ ഇതിനെ നിലനിർത്തുക തന്നെ ചെയ്യും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതുകൊണ്ട് ഇതിന് മാറ്റമുണ്ടാകാതെ ഇതിനെ നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു ഏറ്റെടുത്ത ഉത്തരവാദിത്വമാണ്. മനുഷ്യരല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല ഞാൻ കൊണ്ടുവന്ന ദൗത്യം ലോകത്ത് നിലനിർത്താൻ വേണ്ടി ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ കൊണ്ടുവന്ന പരിശുദ്ധമായ ദീനിനെ ഈ ലോകത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ വേണ്ടി അതിന്റെ ഏർപ്പാടുകൾ ഞാനായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. തങ്ങൾ അങ്ങനെ ഏറ്റിട്ടുമില്ല. അല്ലാഹുവാണ് ഏറ്റിരിക്കുന്നത്. അല്ലാഹു നടത്തുക തന്നെ ചെയ്യും. അതിനാർക്കും തടയിടാൻ സാധിക്കുകയില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച സംവിധാനമാണ്. ഈ പരിശുദ്ധമായ ദീനിനെ അതിന്റെ തനതായ രൂപത്തിൽ നിലനിർത്താൻ വേണ്ടി അല്ലാഹു തആല സംവിധാനം ചെയ്തതിന്റെ ആരംഭം, തുടക്കമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കുറെ ആളുകളെ അല്ലാഹു തആല സജ്ജീകരിച്ചു കൊടുത്തത്. അവരുടെ പേരാണ് സഹാബാക്കൾ. അതിന്റെ ആദ്യ കണ്ണി അതിങ്ങനെ തുടരുകയാണ് ഇന്നോളം, ഇനിയും ഖിയാമത്ത് നാൾ വരെ തുടരുക തന്നെ ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂട്ടത്തിൽ കുറെ ആളുകളെ ചേർത്ത് കൊടുത്തു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിലയിൽ ആക്കി, അവരാരായിരുന്നു, അവരുടെ രീതി എന്തായിരുന്നു,
ലോകത്തിന് മുഴുവനും അറിയാവുന്ന തരത്തിൽ അവരുടെ ചരിത്രം വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്ന തരത്തിൽ പരസ്യമാണ്. അവരുടെ ആരുടെയും ചരിത്രം മറക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ വ്യക്തമായ തെളിവാണ് സഹാബാക്കളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരായി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ അനുവദിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സഹാബാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും മറച്ചു വെക്കപ്പെട്ടിട്ടില്ല. ലോകത്തിന്റെ അവസ്ഥ എന്താ? ഏതെങ്കിലും ഒരു വിഭാഗം, ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു സംഘം ലോകത്തിന്റെ മുമ്പിൽ വന്നാൽ അവര് ചെയ്ത നന്മകൾ ജനങ്ങളുടെ മുമ്പിൽ വിളമ്പാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം വിളമ്പുകയും ബാക്കിയുള്ളത് മുഴുവനും മറച്ചു വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുപോകുന്നത്. ലോകത്തുള്ള ഏത് പ്രസ്ഥാനത്തെ എടുത്തു നോക്കിയാലും അതിന്റെ ആളുകളെ കുറിച്ച് അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവരുടെ മേന്മകൾ, നന്മകൾ, അവർ ചെയ്തു കൂട്ടിയ ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം പറയുകയും ബാക്കിയുള്ള അവരുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന പാളിച്ചകൾ, അപാകതകൾ, വീഴ്ചകൾ ഇതിനെയൊക്കെ മറച്ചു വെക്കും, പൊത്തിവെക്കുകയും ചെയ്യലാണ് പതിവ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ദീനിനെ നൽകിയിട്ട് ആ ദീനിന്റെ വക്താക്കളായ, അതിനെ നടപ്പിലാക്കാൻ വേണ്ടി അല്ലാഹു തആല വെച്ച സംവിധാനത്തിന്റെ ആദ്യ കണ്ണികളായ സഹാബാക്കൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെ, പ്രശ്നങ്ങളെ അല്ലാഹു തആല മറച്ചു വച്ചില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അല്ലാഹു തആല വ്യക്തമായ നിലയിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ആയത്തിറക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയും തിരുത്തുകയും ചെയ്തു. എന്തിന് സഹാബാക്കളെ പറയുന്നു? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ചില സന്ദർഭങ്ങളിൽ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള അനുവാദം കൊടുക്കും. ചില പ്രശ്നങ്ങളിൽ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള അനുവാദം കൊടുക്കും. സഹാബാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കാൻ തങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ആലോചിച്ച് തങ്ങളെടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തീരുമാനത്തിലേക്ക് ഇവരുടെ അഭിപ്രായം കേട്ട് പോകരുതായിരുന്നു എന്നാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിശ്ചയം. പക്ഷെ അല്ലാഹു തആല അനുവാദം കൊടുത്തതാണ് തങ്ങളുടെ ഇഷ്ടാനുസരണം തീരുമാനിക്കുന്നതിന് ഞാൻ ഒരു തരത്തിലും തങ്ങളെ കുറ്റക്കാരനാക്കുകയോ അതിന്റെ പേരിൽ ഒരു തരത്തിലുമുള്ള നടപടി ഉണ്ടാവുകയോ ചെയ്യുകയില്ല എന്ന് അല്ലാഹു തആല അനുവാദം കൊടുത്തു. അങ്ങനത്തെ കാര്യത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും അല്പം വിനയത്തോടെ, താഴ്മയോടെ ചില തീരുമാനങ്ങൾ വന്നു, ലളിതമായ തീരുമാനം വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുത്തുന്നു പരിശുദ്ധമായ ഖുർആനിൽ. ബദറിൽ കുറെ തടവുകാരെ കൊണ്ടുവന്നു. എന്താണ് ഇവരെ ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ അനുവാദം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിഴ വാങ്ങിച്ചവരെ നമുക്ക് വിട്ടേക്കാം. എന്തിനാ? ഇവരെ ഇല്ലാതാക്കിയിട്ട് കൊന്നു കളഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല, ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല, അവരുടെ ആളുകളെ കൊല്ലേണ്ടത് നമുക്ക് ആവശ്യവുമില്ല, അതുകൊണ്ട് പിഴ വാങ്ങി വിട്ടേക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്ത് ചെയ്യണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ നമ്മൾ അവരോട് യാതൊരു നിലയിലുള്ള ശത്രുതയും കാണിക്കാതെ, ഇവരോട് യുദ്ധത്തിന് പോകാതെ, ഇവരെ ഉപദ്രവിക്കാതെ, ഇവരെ ആക്രമിക്കാതെ, ഇവരുടെ കുടുംബത്തെ ആക്രമിക്കാതെ, ഇവരുടെ നാട്ടിൽ പോയി ശല്യം ചെയ്യാതെ, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കിയത് സഹിച്ച് നമ്മൾ ഈ അന്യനാട്ടിൽ വന്ന് താമസിച്ചപ്പോൾ നമ്മളുടെ ഈ അന്യനാട്ടിലുള്ള താമസം പോലും നശിപ്പിക്കാൻ വേണ്ടി അവർ കച്ചകെട്ടി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി അവർ വന്നവരാണ്. അതുകൊണ്ട് അവരിനിയും തിരിച്ചു പോയാൽ ഇതേ പണി തന്നെ ചെയ്ത് നമുക്ക് തലവേദനയാകും. അതുകൊണ്ട് ഈ ആളുകളെ ഇനി വെച്ചേക്കലല്ല നല്ലത്, ഇവരെ ഇല്ലാതാക്കലാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത്. അത്രയും നമുക്ക് പ്രയാസം ഇല്ലാതെയാകും. നമ്മൾ ഇനിയും ഇതിനു വേണ്ടി അവരെ പ്രതിരോധിക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യം വരികയില്ല. അതുകൊണ്ട് ഇവരെ നമുക്ക് ഒഴിവാക്കാൻ, ഇവരെ കൊന്നു കളഞ്ഞേക്കാം. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ അത്രയും കടുത്ത നടപടിയിലേക്ക് പോകണ്ട. എന്തിന്? തങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം ഇവര് നന്നാകണമെന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവര് ചിലപ്പോൾ അല്ലാഹു തആല ഇവരെ തിരിച്ചു കൊണ്ടുവരും, ഇവർ നമ്മളുടെ സഹായികളായിട്ട് മാറിയേക്കാം, അതുകൊണ്ട് ഇവരെ വിട്ടേക്കാം എന്ന് പറഞ്ഞ് പിഴ വാങ്ങിച്ചവരെ വിട്ടു. പക്ഷേ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് അനുവാദം നൽകിയിരുന്നെങ്കിലും തീരുമാനം അല്പം കടുപ്പമായതെടുത്താൽ അതായിരുന്നു നല്ലത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തീരുമാനത്തിൽ പോൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, തടവുകാരെ വെച്ച് കാശ് വാങ്ങാൻ പാടില്ലായിരുന്നു. അവർ ഇത്രയും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരല്ലേ, അവരോട് നിങ്ങൾ ഇങ്ങനെയാണോ മയമായി പെരുമാറുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത്? അവരെ ഇനി നമ്മൾക്കൊരു ശല്യമായി വരാൻ അവരെ വെച്ചേക്കരുതായിരുന്നു, അതല്ല ചെയ്യേണ്ടത്. എന്തിന് കാശ് വാങ്ങിച്ചു വിട്ടു? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കും, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ മാ കാന ലിന്നബിയ്യിൻ അൻ യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർദ് തുരീദൂന അർള ദുനിയ വല്ലാഹു യുരീദുൽ ആഖിറ ലൗലാ കിതാബുൻ മിനല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖൽതും അദാബുൻ അദീം. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നബിതങ്ങൾ എടുത്ത തീരുമാനത്തെ അല്ലാഹു തിരുത്തി. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് മറച്ചു വെക്കേണ്ടതായിരുന്നു, പറയാൻ പറഞ്ഞല്ലോ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എടുത്ത തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നതിന്റെ വിമർശനം വന്നപ്പോൾ ആ വിമർശനം മറച്ചു വെക്കേണ്ടതല്ലേ, അത് പറയാതിരിക്കേണ്ടതല്ലേ? പക്ഷെ എന്നെങ്കിലും പറയാതിരുന്നോ? 1400 വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ലോകം മുഴുവൻ പരസ്യമാണ്. ആർക്ക് വേണമെങ്കിലും പരിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു വിമർശിച്ചത് കാണാം. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ അബൂ താലിബ് വളരെ സഹായിയായിരുന്നു. അബൂ താലിബ് ഈ ദീനിലേക്ക് വരണമെന്നും സ്വർഗത്തിൽ പോകണമെന്നും തങ്ങളോടൊപ്പം അവിടെയും ഉണ്ടാകണമെന്നും തങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പേരിൽ അബൂ താലിബ് ആഗ്രഹം സാധിച്ചു കൊടുക്കാതെ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഇനിയും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തആല ഇത് വിട്ടുവീഴ്ച ചെയ്തു തരുമെങ്കിൽ പുറത്തു തരാൻ ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പാടില്ല, അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാൽ ആർക്കും കിട്ടുന്നതല്ല, കൊടുക്കുന്നതല്ല ഈ ഹിദായത്ത്. അങ്ങനെ പൊറുക്കൽ തേടാനും പാടില്ല. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ഇന്നോളം ഓതിക്കൊണ്ടിരിക്കുകയാണ്, മറച്ചു വെച്ചില്ല. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മറച്ചു വെച്ചതല്ല, ഇതെല്ലാം പരസ്യമാണ്. സഹാബാക്കളെ കുറിച്ച് എന്തെല്ലാം വിഷയങ്ങൾ, ആ വിഷയങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന അള്ളാഹുവിന്റെ ആയാത്തുകൾ മറച്ചു വെച്ചിട്ടില്ല, അതെല്ലാം പരസ്യമാണെന്ന്. അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ അപവാദം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയെ അപവാദം പറഞ്ഞു ചില ആളുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഹേളിക്കാൻ വേണ്ടിയാണ് അപവാദം പറഞ്ഞുണ്ടാക്കിയത്. പക്ഷെ ആ കൂട്ടത്തിൽ അറിയാതെ ചില സഹാബാക്കളും പെട്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഖുർആനിൽ ആയത്തിറക്കിയപ്പോൾ ഈ പറഞ്ഞ സഹാബാക്കളെ വിമർശിച്ചു പറഞ്ഞു, ഇവർ ചെയ്തത് തെറ്റാണ്, മഹാപാതകമാണ്, എന്തിനത് പറഞ്ഞു നടന്നു. ലൗലാ ഇസ്തമിഅതുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. ഇത് പറയാൻ കൊള്ളാവോ? കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഇല്ലാത്ത അപവാദമാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന്. അങ്ങനെ സംഭവിക്കുമോ? വെറുതെ എന്തിനാ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് എന്ന് അല്ലാഹു തആല തന്നെ ചോദിക്കുന്നു. അങ്ങനെ അല്ലാഹു തആല ചോദിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്ന് അല്ലാഹു തന്നെ തെളിയിച്ച് പറഞ്ഞതിന് ശേഷം ആ കൂട്ടത്തിൽപ്പെട്ട ആളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധു, ഒരു സാധുവായ മനുഷ്യനുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചെലവ് കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നതാണ്. ഇയാളും ഇതിൽ പെട്ടുപോയി. നിരപരാധിത്വം തെളിയിക്കപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി അവനെ ഞാൻ നോക്കില്ല, ഇത്രയും കാലവും ഞാൻ അവനെ വളർത്തി, ഇനി ഞാനൊന്നും കൊടുക്കൂല. എന്റെ മകളെ ഇത്രയും വലിയ അപവാദം പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൂടി നാട് മുഴുവൻ പറഞ്ഞ് പരത്തി നടന്നവനെ ഇനി ഞാൻ വളർത്താനോ? വല്ലാഹി ഞാൻ ചെയ്യൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, വലാ യഖ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുതു ഉലിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. എന്താണ് അബൂബക്കറെ പറയുന്നത്? നിന്റെ ബന്ധത്തിൽപ്പെട്ട ആളുകൾക്കും സാധുക്കൾക്കും നീ ചെലവിന് കൊടുക്കുകയില്ല, നിർത്തിക്കളയുമെന്നോ? അങ്ങനെ സത്യം ചെയ്യാനൊന്നും ആർക്കും അവകാശമില്ല.
നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹുവാണ് പുറത്തു തരുന്നത്. നിങ്ങൾക്ക് പാപമോചനം വേണമെന്ന് ഇഷ്ടമില്ലേ, ആഗ്രഹമില്ലേ? അള്ളാഹു തആല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ ഇന്നുമായ അങ്ങനെ തന്നെ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? അദ്ദേഹത്തെ വിമർശിച്ച് അള്ളാഹു തആല പറഞ്ഞതിനെ മറച്ചു വെക്കുകയല്ലേ ചെയ്യേണ്ടത്? ലോകത്ത് മറച്ചു വെച്ചിട്ടുണ്ടോ? പരിശുദ്ധമായ ദീനിനെ അല്ലാഹു തആല അതിന്റെ തനതായ രൂപത്തിൽ സൂക്ഷിക്കാൻ, നിലനിർത്താൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചു. അള്ളാഹു തആല അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിന്റെ വാഹകരായ ആളുകളെ, അവരിൽ നിന്ന് എന്ത് പ്രശ്നമുണ്ടായാലും ആ പ്രശ്നങ്ങളെ മുഴുവൻ അള്ളാഹു തആല തിരുത്തുകയും അള്ളാഹു തആല അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കുകയും അവരെ നേരായ പാതയിലേക്ക് നയിക്കുകയും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ സൂക്ഷിപ്പുകാരെ, ഈ ദീനിന്റെ പ്രചാരകരെ, അതിന്റെ ആദ്യ കണ്ണിയെ അല്ലാഹു തആല വളർത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്തുടരാൻ, ആരെയെങ്കിലും നിങ്ങളുടെ മാതൃകയാക്കാൻ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അവരെ നിങ്ങൾ മാതൃകയാക്കും. ആരാ പറയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് ജീവിച്ചിരുന്ന താബിഈങ്ങൾ, ചെറിയ സഹാബാക്കൾ അവരോട് പറയുകയാണ്, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. മരണപ്പെട്ടു പോയവരെ മാതൃകയാക്കുക. മരണപ്പെട്ടു പോയവരാരാ? ഏതെങ്കിലും കാലത്ത് മരണപ്പെട്ടു പോയവരെ മാതൃകയാക്കാൻ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനീ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെയാണ്, അവരെയാണ് പിൻപറ്റേണ്ടത്. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഈ സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരും ഏറ്റവും മഹത്വമുള്ളവരുമാണ് അവർ. അവരുടെ പദവിയിലേക്ക് എത്താൻ ആർക്കും സാധ്യമല്ല, അത്ര മഹത്വമുള്ളവരാണ്. അബർറഹ ഖുലൂബൻ വഅഅമഖഹ ഇൽമൻ വഅഖല്ലഹ തകല്ലുഫൻ. എന്നിട്ട് അവരുടെ ഗുണങ്ങൾ പറഞ്ഞു. അവരുടെ ജീവിത രീതി എന്താണെന്ന് അറിയാമോ? അബർറഹ ഖുലൂബൻ, അവരുടെ മനസ്സ് തെളിഞ്ഞതാണ്, അവരുടെ ഹൃദയം തെളിഞ്ഞതാണ്. അവർക്ക് ആരോടും വിരോധമോ ശത്രുതയോ വെച്ച് പുലർത്തിക്കൊണ്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരിക്കലും അവർ ശ്രമിക്കുകയില്ല. ഏതെങ്കിലും നല്ല കാര്യത്തെ നിരാകരിക്കാനോ ഇല്ലാതാക്കാനോ വേണ്ടി അവർ പാടുപെടുകയില്ല. അവരുടെ ഹൃദയം തെളിഞ്ഞതാണ്. അബർറഹ ഖുലൂബൻ, നന്മകളെ ആ ഹൃദയത്തിൽ നിന്ന് പ്രതിഫലിക്കുകയുള്ളൂ, അതിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ. അങ്ങനെ ഹൃദയം നന്മ നിറഞ്ഞവരാണ്. ഈ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് സഹാബാക്കൾക്ക് അറിവില്ല, നമുക്ക് അറിവുള്ളതെന്നാണ്. നമ്മളാണ് ഒരുപാട് കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്, സഹാബാക്കൾക്ക് ഒന്നും മനസ്സിലായില്ല. ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല, നമുക്കാ മനസ്സിലായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തങ്ങളുടെ ഹദീസുകളുടെ ആശയം, അതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല, നമ്മൾക്കാ മനസ്സിലായത് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്ന് വിമർശിക്കുന്നത്, നമ്മൾ അവരെ തെറ്റാക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അഅമഖഹ ഇൽമൻ, നല്ല ആഴത്തിൽ അറിവുള്ളവരാണ്. അവർക്കാണ് ശരിയായ നിലയിൽ അറിയുന്നവർ. അവരുടെ അറിവ് എത്രത്തോളമാണ്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ മൊത്തത്തിൽ പൊതുവായ നിലയിൽ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്ന വചനങ്ങളെ, എന്റെ ഹദീസുകളെ കേട്ട് മനഃപ്പാഠമാക്കി നിങ്ങൾ പഠിച്ചു വെക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കും. കാരണം നിങ്ങൾ പിൻഗാമികൾക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ടവരാണ്. ചിലപ്പോൾ ഞാൻ പറയുന്ന ഹദീസിന്റെ വചനങ്ങളുടെ പൊരുൾ ശരിയായ നിലയിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ, വിശദമായ നിലയിൽ പഠിക്കാൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം. കാരണം എല്ലാവരും ഒരേപോലെ ബുദ്ധിയുള്ളവരല്ല, എല്ലാവരും ഒരേപോലെ സമയം ചെലവാക്കുന്നവരല്ല. സഹാബാക്കൾ കച്ചവടത്തിലും തൊഴിലിലും കൃഷിയിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം ഇടപെടുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ട് 24 മണിക്കൂർ സമയവും ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ എല്ലാവർക്കും സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അതിനെ മനഃപ്പാഠമാക്കി വെക്കണം, അങ്ങനെ തന്നെ. എന്നിട്ട് വരും തലമുറയ്ക്ക് നിങ്ങൾ അതിനെ അങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വചനങ്ങൾ ഇട്ടെത്തിച്ചു കൊടുക്കരുത്, പറയരുത്. ഞാൻ പറയുന്ന വചനം അതേപോലെ മനഃപ്പാഠമാക്കി വെച്ച് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. കാരണം എന്തെന്നറിയുമോ? എന്റെ വചനങ്ങൾ നിങ്ങൾക്ക് അതിന്റെ വിശാലത മനസ്സിലായില്ല, അതിൽ അടങ്ങിയിരിക്കുന്ന വിശാലമായ ആശയങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിലും
കേൾക്കുന്നവർക്ക് അത് കൂടുതൽ മനസ്സിലാകും. അവർ വേറെ ആരോടെങ്കിലും ചോദിച്ചത് പഠിച്ചോളും, മനസ്സിലാക്കിക്കോളും. അതുകൊണ്ട് വചനങ്ങൾ അങ്ങനെ തന്നെ പറയണം. നല്ലറല്ലാഹു അബ്ദൻ നല്ലറല്ലാഹു അബ്ദൻ സമിഅ മഖാലതി ഫദഅഹാ ഫബല്ലഗഹാ കമാ സമിഅഹാ ഫബല്ലഗഹാ കമാ സമിഅഹാ വറബ്ബ മുബല്ലഗിൻ ഔആ മിൻ സാമിഅ വറബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഗൈരി ഫഖീഹിൻ വറബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു. പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ആ വചനങ്ങൾ അങ്ങനെ തന്നെ കേട്ട് പഠിച്ചു വെച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. സഹാബാക്കളോട് പൊതുവായ നിലയിൽ പറഞ്ഞു. അതുപോലെ സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് കണ്ടു മനസ്സിലാക്കി എന്നെ നിങ്ങൾ പൂർണ്ണമായി പിന്തുടരണം ഞാൻ ചെയ്യുന്നത് പോലെ. കാരണം പിന്നീട് വരുന്ന ആളുകൾ നിങ്ങളെ പിന്തുടരും, അവർക്ക് ശേഷം വരുന്നവർ നിങ്ങളെ പിൻപറ്റിയവരെ പിന്തുടരും. ഇങ്ങനെ ക്രമമായിട്ട് ഇത് അവസാന കാലം വരെ നടക്കേണ്ടതാണ്. ഇതൊരിക്കലും മുറിഞ്ഞു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റണം, നിങ്ങൾക്ക് ശേഷം വരുന്നവർ നിങ്ങളെ പിൻപറ്റണം. സഹാബാക്കളുടെ ബാധ്യതയാണ്. പൊതുവായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നമസ്കരിക്കാൻ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു സഹാബാക്കളോട്, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി നമസ്കരിക്കരുത്. എന്റെ നമസ്കാരം കണ്ടുപഠിച്ചു വെക്കണം. കാരണം മറ്റുള്ളവർക്ക് നിങ്ങൾ നമസ്കാരം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കേണ്ടവരാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോകുന്നു. ഹജ്ജത്തുൽ വദാഇൽ സഹാബാക്കളെ മുഴുവൻ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജ് എങ്ങനെ നിർവഹിക്കണമെന്ന് നിങ്ങൾ എന്നിൽ നിന്നും നോക്കി ശരിക്കും പഠിച്ചു വെക്കണം. കാരണം ഇനി വരുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യാനുണ്ട്. നിങ്ങളാണത് പറഞ്ഞു കൊടുക്കേണ്ടവർ. നിങ്ങളെ കണ്ട് മറ്റുള്ളവർ പഠിക്കും, അവരെ കണ്ട് അടുത്ത ആളുകൾ പഠിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന്റെ അമലുകൾ ഞാനിതാ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നുണ്ട്, പഠിച്ചു വെക്കും. ഖുദു അന്നി മനാസികകും ഫഇന്നി മർഉൻ മഖബൂർ. ഇങ്ങനെ ഓരോ വിഷയത്തിലും സഹാബാക്കളെ പ്രത്യേകമായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവായി കേൾപ്പിച്ചു. എന്നിട്ട് ചില ആൾക്കാരെ പ്രത്യേകമായി ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അവരെടുത്തുനിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. കാരണം അവർക്കതിൽ കൂടുതൽ പ്രാവീണ്യമുണ്ട്, അവർ അത് കൂടുതൽ ശ്രദ്ധിച്ചവരാണ്, അവരെ കൂടുതൽ അത് പഠിപ്പിച്ചവരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കാര്യങ്ങൾ അവരോട് ചോദിക്കുക. ഹറാമ ഹലാലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, വിശദമായ നിലയിൽ അറിയണമെങ്കിൽ നിങ്ങൾ മുആദ് ഇബ്നു ജബലിനോട് ചോദിക്കുക. അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ഇബ്നു ജബൽ. നിങ്ങൾക്ക് ഏതെങ്കിലും അനന്തരാവകാശത്തെ കുറിച്ച്, അതിന്റെ നിയമങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഖുർആനിന്റെ ആയത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വിശദമായ നിലയിലുള്ള കണക്കും കാര്യങ്ങളും എല്ലാം അറിയണമെങ്കിൽ സെയ്ദ് ഇബ്നു സാബിത്തിനോട് ചോദിക്കുക. അഫ്റലുഹും സെയ്ദ് ഇബ്നു സാബിത്ത്. ഖുർആൻ ശരീഫിന്റെ ഖിറാഅത്ത് എങ്ങനെയാണ് നല്ലപോലെ ഓതേണ്ടത്, അതിന്റെ നിയമങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെയൊക്കെ ഓതണം, ഏതെല്ലാം തരത്തിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചുള്ള വിശദമായ അറിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പോകേണ്ടത്, പഠിക്കേണ്ടത് ഉബയ്യ് ഇബ്നു കഅബിന്റെ അടുക്കൽ പഠിക്കും. കാരണം ഇവരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയങ്ങളിൽ അവർക്ക് പ്രത്യേകമായ നിലയിൽ പഠിപ്പിച്ചവരാണ്, പരിശീലിപ്പിച്ചവരാണ്. അതുകൊണ്ട് പറഞ്ഞു. ഇനി ഖുർആൻ ചോദിച്ച് പഠിക്കണമെങ്കിൽ ആരോട് പഠിക്കണം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പഠിക്ക്, സെയ്ദ് ഇബ്നു സാബിത്തിനോട് പഠിക്ക്, ഉബയ്യ് ഇബ്നു കഅബിനോട് പഠിക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തഖ്രിഉൽ ഖുർആന മിൻ അർബഅ. പൊതുവായ നിലയിൽ ദീനിന്റെ നിയമങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമോ? ചോദിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിക്ക്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു, ശരിയാണത്. മാ ഖാല ലക്കും ഇബ്നു ഉമ്മി അബ്ദിൽ ഫസദ്ദിഖു. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ സഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാകപ്പെടുത്തിയെടുത്തു. അവരെയാണ് നമുക്ക് മാതൃകയാക്കി ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദീനിനെ നിലനിർത്താൻ വേണ്ടി സംവിധാനിച്ച സംവിധാനത്തിന്റെ ആദ്യ പടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സഹാബാക്കൾ മലക്കുകളൊന്നുമല്ല, നബിമാരുമല്ല. അതുകൊണ്ട് സഹാബാക്കൾ ആരും മഅസൂമീങ്ങളല്ല, തെറ്റുകൾ പിഴവുകൾ വരാത്തവരല്ല. അവരുടെ ഭാഗത്തു നിന്നും മനുഷ്യ സഹജമായ തെറ്റുകൾ പിഴവുകൾ അവർക്കുണ്ടാകും. അവർക്ക് പിഴവുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവരെ ആ പിഴവിന്റെ പേരിൽ വിമർശിച്ച് മാറ്റി നിർത്തുകയോ അവരെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അവഹേളിക്കുകയോ അല്ല ചെയ്യേണ്ടത്.
നിങ്ങൾ എന്ത് ചെയ്യണം? അവരിൽ നിന്നും ആ പിഴവ് സംഭവിച്ചപ്പോൾ അതിന്റെ മറുപടി, അതിന്റെ പരിഹാരം എന്താണ് അവർ കണ്ടത് എന്ന് നോക്കി നിങ്ങൾ അത് പിൻപറ്റണം. അവരുടെ ഭാഗത്തു നിന്നും ഈ പിഴവ് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, അങ്ങനത്തെ ഒരു പിഴവ് വന്നാൽ എന്താണ് പരിഹാരമെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് പിഴവുകൾ സംഭവിച്ചെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും സംഭവിപ്പിക്കപ്പെട്ടതാണ്. എന്തിന്? അതിന്റെ പരിഹാരം കാണിച്ചു തരാൻ വേണ്ടി, അതിന്റെ എന്താണ് അതിന്റെ നിയമം എന്ന് അറിയിക്കാൻ വേണ്ടി. എത്രയോ സംഭവങ്ങൾ സഹാബാക്കൾക്കുണ്ടായി. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നിയമം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രയിൽ പോയി തിരിച്ചു വരുമ്പോൾ വഴിയിൽ തങ്ങേണ്ട കാര്യം വന്നു, അല്പം തങ്ങേണ്ടി വന്നു. അപ്പോ നമസ്കാരത്തിന് സമയമായപ്പോൾ വെള്ളമില്ല വുളൂ ചെയ്യാൻ. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് നമസ്കാരത്തിന് സമയമാകുമ്പോൾ വുളൂ ചെയ്ത് നമസ്കരിക്കണമെന്നാണ്. പക്ഷെ വെള്ളമില്ല, പിന്നെ എങ്ങനെ നമസ്കരിക്കും, എങ്ങനെ വുളൂ ചെയ്യും? ഒരു കൂട്ടർ പറഞ്ഞു നമസ്കരിക്കേണ്ട ആവശ്യമില്ല, വെള്ളമില്ലല്ലോ, വുളൂ ചെയ്യാൻ പറ്റൂല. വേറൊരു കൂട്ടർ പറഞ്ഞു വുളൂ ഇല്ലാതെ തന്നെ നമസ്കരിക്കാം, കാരണം നമസ്കാരം പറഞ്ഞിട്ടുണ്ട് വുളൂ ചെയ്യണമെന്ന്. വെള്ളമുള്ളപ്പോൾ വെള്ളമില്ല, വുളൂ ഇല്ലാതെ നമസ്കരിക്കാം. അവസാനം സഹാബാക്കൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളപ്പോൾ തങ്ങളോട് പറയാതെ നമ്മൾ എങ്ങനെ തീരുമാനമെടുക്കും? തങ്ങളുടെ അടുക്കൽ ചെന്ന് വിഷയം അവതരിപ്പിച്ചു. വെള്ളമില്ല, എന്ത് ചെയ്യും? ഇവിടെ താമസിക്കേണ്ടി വന്നു, ഉടനെ പോകാനും പറ്റുകയില്ല. സഹാബാക്കൾ പരിഹാരം കാണാതെ ഇങ്ങനെ നിന്നു, നമസ്കരിക്കാതെ. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പരിഹാരം വന്നു. وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا سعيدا طيبا فامسحوا بوجوهكم وأيديكم. വെള്ളമില്ലാതെ വന്നാൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് മണ്ണ് ഉപയോഗിച്ച് ശുദ്ധിയാക്കാം, തയമ്മം ചെയ്ത് നിങ്ങൾ നമസ്കരിക്കുക. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വെള്ളമില്ലാത്ത സ്ഥലത്ത് സഹാബാക്കൾ പെട്ടുപോവുകയും നമസ്കാരത്തിന്റെ സമയമാവുകയും നമസ്കരിക്കാൻ നിവൃത്തിയില്ലാതെ ആവുകയും ചെയ്തതിന്റെ പേരിലാണ് ആ സന്ദർഭത്തിൽ ഈ നിയമം കിട്ടിയത്, ഈ നിയമം നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് അവർ അങ്ങനത്തെ യാത്ര ചെയ്യേണ്ടി വന്നു, വെള്ളമില്ലാത്ത സ്ഥലത്ത് താമസിക്കേണ്ടി വന്നു. ഇതൊന്നും യാദൃച്ഛികമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഴുവൻ നിയമങ്ങളും വെറുതെ എല്ലാം കൂടെ ചേർത്തങ്ങ് പറഞ്ഞു കൊടുത്തൊരു പുസ്തക രൂപത്തിൽ എഴുതി അങ്ങ് കൊടുത്താൽ ചിലര് വായിക്കും, ചിലര് വായിക്കില്ല. നമ്മൾക്ക് അങ്ങനെയല്ലേ? ഒരു പുസ്തകം കയ്യിൽ കിട്ടിയ 100-300 പേജുള്ള ഒരു പുസ്തകം കയ്യിൽ കിട്ടിയ ആരംഭത്തിലൊന്ന് മറിച്ചു നോക്കും, ഇടയ്ക്ക് എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വിഷയം കണ്ട അതൊന്ന് വായിച്ചു നോക്കും, ഇല്ലെങ്കിൽ ഇതിന്റെ അവസാനത്തിൽ നിന്ന് എവിടെന്നെങ്കിലും വായിക്കും, എന്നിട്ട് പുസ്തകം മടക്കി അവിടെ വയ്ക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെയും ഇതേ നിലയിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? നമ്മൾ ആരും തിരിഞ്ഞു നോക്കൂല. സഹാബാക്കളുടെ കാലത്ത് പരിശുദ്ധമായ ഖുർആനിനെ ഒരു പുസ്തക രൂപത്തിൽ ഇറക്കി അല്ലാഹു തആല കാബയിൽ കൊണ്ടുവന്ന് വെച്ച് മസ്ജിദ് നബവിയിൽ ഇറക്കി കൊടുത്തിരുന്നുവെങ്കിൽ ആരാണത് വായിക്കുക മുഴുവനും? എപ്പോഴും എടുത്തു നോക്കി വളരെ അപൂർവം ആരെങ്കിലും വായിച്ചെങ്കിലാകാം. ചോദിച്ചില്ല എന്തേ ഒരു പുസ്തക രൂപത്തിൽ ഈ ഖുർആനിനെ അവതരിപ്പിക്കാത്തത്? എപ്പോഴെങ്കിലും കുറേശ്ശെയായി ഇങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുഴുവനും കൂടെ അങ്ങ് പറഞ്ഞുകൂടെ? ലൗലാ നുസ്സില ഹാദൽ ഖുർആനു ജുംലതൻ വാഹിദ. നമ്മൾ ആലോചിക്കുന്ന കാര്യം അന്നേ ചോദിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഈ ആലോചിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും ഈ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ അധ്വാനങ്ങളും ഈ പരിശ്രമങ്ങളും ഒക്കെ ഇപ്പൊ നമ്മളുടെ മുമ്പിൽ മാത്രം വരുന്നതാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, ഇതൊക്കെ നേരത്തെ കഴിഞ്ഞുപോയതാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ പുസ്തക രൂപത്തിൽ അവതരിപ്പിക്കാത്തത് എന്ന് അന്നേ ചോദിച്ചത് കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. അതെ, ആവശ്യാനുസരണം സമയത്ത് കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് പതിയും, എല്ലാവരും അറിയും, എല്ലാവർക്കും അത് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ സഹാബാക്കളുടെ കാലത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കി ഖുർആനിനെ ഇങ്ങനെ പലപ്പോഴായി അവതരിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു പറയും, ഈ സഹാബാക്കളെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ഈ സഹാബാക്കളെ വെച്ചിരിക്കുന്നതാണ്, പരിശുദ്ധമായ ഈ ദീനിനെ നിലനിർത്താൻ വേണ്ടി ഇവരെ ഞാൻ തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ജോലി ഇവരുടെ കാലത്ത് തന്നെ ചെയ്യണം. അപ്പോൾ അവർക്ക് നിയമങ്ങൾ അതാത് സമയങ്ങളിൽ അവരെ ആ നിയമത്തിന്റെ ആവശ്യക്കാരാക്കി തീർത്തിട്ട് പറഞ്ഞു കൊടുത്താൽ എല്ലാവരുടെയും മനസ്സിൽ അതുണ്ടാകും. അത് അനുഭവിച്ചവരുടെ മനസ്സിലും ഉണ്ടാകും, കേട്ടവരുടെ മനസ്സിലും ഉണ്ടാകും. ഇങ്ങനെ ഒരു സംഭവം നടന്നു, അപ്പൊ അതിന് നിയമം ഇതാണ് വന്നത് എന്ന് അവരുടെ മനസ്സിലുണ്ടാകും. ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പുസ്തകം എനിക്ക് അങ്ങനെ കൊടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാനെന്ന് ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. മുൻകാല പ്രവാചകന്മാർക്ക് ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് വേണമെങ്കിൽ ഒരു പുസ്തകമാക്കി തരാമായിരുന്നു. കഴിയാത്തത് കൊണ്ടല്ല, ആവശ്യത്തിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കുറച്ച് നാളത്തേക്കുള്ള ദീനല്ല, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ദീനാണ്. അതിന്റെ മാതൃകാ പുരുഷന്മാരെ തയ്യാറാക്കിയെടുക്കണം. തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം പരിശീലിപ്പിച്ച് പഠിപ്പിക്കുന്നത് ഒരു ഡ്രൈവിംഗ് പഠിക്കണം. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പറഞ്ഞു, അന്ന് തന്നെ പോയപ്പോ തന്നെ അപേക്ഷ കൊടുത്തപ്പോഴേ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞപ്പോഴേ അയാളെ വണ്ടി കയറ്റി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ച് തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു വരാൻ പാകത്തിന് ആരെങ്കിലും കയറ്റി വിടുവോ? ലോകത്തൊരു സംഭവമില്ലല്ലോ. ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ ഒറ്റയടിക്കാരെങ്കിലും പഠിപ്പിക്കുവോ? എത്ര ദിവസം കൊണ്ടാ മര്യാദയ്ക്ക് ഒരു ചായ ഉണ്ടാക്കാൻ പഠിക്കുന്നത്? നിസ്സാരമായ ഒരു ചായ ഉണ്ടാക്കാൻ, ഒരു പത്തിരി ഉണ്ടാക്കാൻ, ഒരു കഞ്ഞി വെക്കണമെങ്കിൽ ഒറ്റയടിക്കാരെങ്കിലും പരിശീലിപ്പിക്കാൻ പറ്റുമോ? ലോകത്തുള്ള കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നതിന്റെ ക്രമമായ നിലയിൽ പല ദിവസങ്ങൾ, ദീർഘമായ സമയം, ആ വസ്തു പഠിപ്പിക്കപ്പെടുന്ന കാര്യം എത്ര ഉയർന്നതാണോ അതിനനുസരിച്ച് അത്രയും കാലമെടുത്തേ അത് പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹാബാക്കളെ തിരഞ്ഞെടുത്തതാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്ന് പറഞ്ഞു, ആഴത്തിൽ അറിവുള്ളവരാണവർ. ഞാണില്ല സഹാബാക്കൾ. സഹാബാക്കൾ എവിടെയും അഹങ്കാരം കാണിക്കുന്നവരല്ല, എവിടെയും വിനയം കാണിക്കുന്നവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എന്തോ കാര്യം സംസാരിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്പം കടുത്ത വാക്ക് പറഞ്ഞു, ഇത്തിരി മുറുകി സംസാരിച്ചു. നമ്മളൊക്കെ വിചാരിക്കുന്ന മാതിരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജിബ്രീലിനെ പോലെ മലക്കായിട്ട് ഒരു തെറ്റും ഒന്നും വരാത്ത ആളാണ്, മാസൂമാണ്. അല്ല, അവരുടെ ജീവിതത്തിൽ മനുഷ്യ സഹജമായ ജീവിത രീതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിച്ച് അല്പം കടുത്തുപോയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തോന്നി, ഞാൻ ഉമറിനോട് പറഞ്ഞത് അറിയണ്ടായിരുന്നു, അത്രയും കടുപ്പത്തിൽ സംസാരിക്കണ്ടായിരുന്നു. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്കിന് പകരം തിരിച്ച് എന്നോട് അതേ കടുപ്പത്തിൽ നീ പറ. ഞാൻ പറഞ്ഞതുപോലെ കടുത്ത വാക്ക് പറഞ്ഞ് പ്രതികാരം ചെയ്ത് തീർക്കാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയൂല, ഞാൻ അങ്ങനെ തീർക്കുന്നില്ല എന്ന്. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് പരാതിയുമായി. എന്താ പരാതി? ഞാൻ കടുത്ത വർത്തമാനം പറഞ്ഞിട്ട് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നിയപ്പോൾ അതേപോലെ തിരിച്ചു പറഞ്ഞ് പ്രതികാരം വീട്ടാൻ ഉമറിനോട് പറഞ്ഞിട്ട് ഉമർ അത് ചെയ്തില്ല, അതുകൊണ്ട് അവർ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞ് പരാതി. വാദിയാരാ പ്രതിയാരാ ഇവിടെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പരാതി. നബിതങ്ങളുടെ അടുക്കലേക്ക് പോകുന്നത് കണ്ടിട്ട് എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി വേഗം പുറകെ ഉമർ ഇബ്നുൽ ഖത്താബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോ പരാതിയും പറഞ്ഞു നിൽക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ ഉമറെ പ്രശ്നം? അത് എന്നോട് സംസാരിച്ചപ്പോ ഞാൻ എന്തോ പറഞ്ഞത് കേട്ടപ്പോ എന്നോട് വലിയ കടുത്ത വർത്തമാനം പറഞ്ഞു. എന്നിട്ട് എന്നെ കടുത്ത വർത്തമാനം പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിച്ചത് പോരാ, എന്നിട്ട് അദ്ദേഹം തന്നെ പരാതിയുമായിട്ട് വന്നേക്കുന്ന ഇവിടെ. പരാതി ഞാനല്ലേ പറയേണ്ടത്, അദ്ദേഹമാണ് പരാതി പറയേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറെ നിനക്കറിയാമോ അബൂബക്കർ ആരാണെന്ന്? അബൂബക്കർ ആരാണെന്ന് നിനക്കറിയാമോ? നീ എന്തേ അബൂബക്കറിനെ പറഞ്ഞപ്പോൾ അനുസരിച്ച് തിരിച്ചു പറഞ്ഞ അബൂബക്കറിനെ സന്തോഷിപ്പിച്ചില്ല? നീ തിരിച്ചതുപോലെ പറഞ്ഞിരുന്നുവെങ്കിൽ അബൂബക്കറിന് നിന്നെ പറഞ്ഞത് തീർന്നുപോയി, പ്രതികാരം വീട്ടി എന്ന് പറഞ്ഞ് സന്തോഷമാവുകയും പൊരുത്തപ്പെട്ട് രണ്ടുപേരും പോവുകയും ചെയ്യുമായിരുന്നില്ലേ? എന്താ നീ പറയാതിരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ പൊരുത്തപ്പെട്ട് കൊടുത്തേക്കുന്നു, എനിക്കതിൽ യാതൊരു പരിഭവവുമില്ല. അവിടെ വെച്ച് വിഷയം തീർന്നു. അപ്പൊ സഹജമായ നിലയിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാവുന്ന കാര്യങ്ങൾ ഉണ്ടായതിന്റെ പേരിലല്ലേ ഇവർ തമ്മിലുള്ള ബന്ധം ഇത്രയും ഉറപ്പായതും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പരിഹാരം കാണിച്ചു കൊടുത്തതും. സഹാബാക്കളായ മഹാന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ ഇത് ചെയ്യിപ്പിച്ചത്? നമ്മളും ഇത് പഠിക്കണം. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു തമ്മിൽ രണ്ട് വലിയ ആളുകൾ, വലിയ സ്ഥാനത്തുള്ള ആളുകൾ, വലിയ മഹത്വമുള്ളവർ, നമ്മളുടെ പിതാക്കന്മാരിൽപ്പെട്ട നമ്മളുടെ സ്വന്തം ബാപ്പായും കൊച്ചാപ്പായും അല്ലെങ്കിൽ മൂത്താപ്പായും തമ്മിൽ എന്തെങ്കിലും പിണങ്ങി, ഇല്ലെങ്കിൽ രണ്ട് ആലിന്യങ്ങൾ തമ്മിൽ പിണങ്ങി എന്തെങ്കിലുമൊക്കെ അവർ കടുത്ത വാക്ക് പറഞ്ഞു, സഹജമാണ്, പറഞ്ഞു പോകും. പക്ഷെ പറഞ്ഞാൽ എന്താണ് പരിഹാരം? അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളിൽ ഏറ്റവും പ്രമുഖരായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായി കൊണ്ട് ചെയ്യിപ്പിച്ച് നമുക്ക് കാണിപ്പിച്ചു തരുന്നു, പഠിപ്പിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ ദീൻ നിലനിൽക്കണം.
ഖിയാമത്ത് നാൾ വരെ രണ്ട് മുതിർന്ന ആളുകൾ തമ്മിൽ പഴങ്ങിയാൽ ഈ ദീൻ പൊളിഞ്ഞു പോകരുത്, ഈ ദീനിന് നിയമമില്ലാതാകരുത്, അവിടുത്തെ പരിഹാരം എന്താണെന്ന് അറിയാതെയായി പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് കാണിച്ചു തരുന്നു. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഖല്ലഹ തകല്ലുഫൻ, ഇവർക്ക് ജാടയൊന്നുമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയാൻ പറയുന്നു, എന്നിട്ട് പോയി നബി തങ്ങളോട് പരാതി പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയാതെ തിരിച്ച് കൂടെ വന്ന് പരാതിക്കാരന്റെ പരാതി എന്താണെന്ന് അറിയാൻ വേണ്ടി കൂടെ വരുന്നു. വലിയ ജാട. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലും നമ്മൾ മുതിർന്ന ആളെ ആരെങ്കിലും എന്തെങ്കിലും കടുത്ത വാക്ക് പറഞ്ഞോ, പിന്നെ മാഷാ അല്ലാഹ് അവന്റെ പേരിൽ ബദ്ദുആയായി, കടുത്ത പ്രയോഗങ്ങളായി, ആളുകളടുത്ത് പറഞ്ഞു വരത്തലായി, അവനെ മോശമാക്കലായി, അവനെ പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ എല്ലാവരോടും അവന്റെ കുറ്റം പറഞ്ഞു നടക്കലാവും. അവനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. എല്ലാം അങ്ങനെയല്ലേ? സംഘടനകളിൽ അങ്ങനെയാണ് ഭിന്നിപ്പുണ്ടാകുന്നത്, പാർട്ടികളിൽ ഭിന്നിപ്പുണ്ടാകുന്നത് അങ്ങനെയാണ്, കുടുംബങ്ങളിൽ ഭിന്നിപ്പുണ്ടാകുന്നത് അങ്ങനെയാണ്. ഒരാൾ പറയുന്നത് മറ്റേ ആൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുന്നത് അങ്ങനെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുക, എന്തോ പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നിനക്ക് എന്നോട് സ്നേഹമുള്ളതും നിനക്ക് എന്നോട് വെറുപ്പുണ്ടാകുന്നതും എങ്ങനെയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല, ഒരിക്കലും അങ്ങനെ ഞാൻ ആൾക്ക് വ്യക്തമാകാൻ പാകത്തിന് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ലാത്ത കാര്യത്തെ കുറിച്ച് തങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ എന്റെ മനസ്സിൽ മാത്രം പൊതുക്കി വെച്ച എന്തോ ഒരു കാര്യമാണ്, അതെങ്ങനെ തങ്ങൾ അറിഞ്ഞു? എങ്ങനെ തങ്ങൾ പറഞ്ഞു? അതെങ്ങനെ മനസ്സിലായി? അതെ, എന്നോട് നിനക്ക് വലിയ സ്നേഹമാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ, നിനക്ക് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് നിനക്ക് സാധിക്കാതെ വരികയോ ഒക്കെ ചെയ്താൽ നീ അപ്പൊ പറയും, അങ്ങനെയൊന്നുമല്ല കാര്യം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബിനാണ് സത്യം, ലാ വറബ്ബി മുഹമ്മദ്. എന്നാൽ എപ്പോഴെങ്കിലും എന്നോട് നിനക്ക് ഇഷ്ടക്കുറവ് തോന്നുകയും ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ദഹിക്കാതെ വരികയും ചെയ്താലോ, നീ അപ്പൊ പറയും, ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, അങ്ങനെയൊന്നും അല്ല കാര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ചമ്മിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങളെ സംഗതി ശരിയാണ് പറഞ്ഞത്, പക്ഷേ ലാ അഹ്ദു ഇല്ലാ എന്റെ മനസ്സിൽ തങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും വരുന്നില്ല. നാം കൊണ്ട് പറയുമ്പോ പേരെന്ന് മാത്രം ഞാൻ മാറ്റി പറയുന്നതാണ്, അത്രയോ. നമ്മുടെ കുടുംബത്തിലാണെങ്കിലോ, നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ ഉണ്ടായാൽ ഭാര്യ ഒരു വഴിക്ക് ഭർത്താവ് വേറെ വഴിക്ക്, പിന്നെ വേണ്ട ഇപ്പൊ 3 മുത്തലാഖ് ചൊല്ലി വിടുകയല്ലേ എല്ലാവരും. തലാഖ് എന്ന് പറഞ്ഞാൽ എല്ലാരും വിചാരിച്ചേക്കണം 3 ഒന്നിച്ച് പറഞ്ഞാലേ ഉള്ളൂ ആകുള്ളൂ എന്നാ വിചാരിച്ചേക്കുന്നത്. തലാഖ് എന്ന് പറയുന്നത് പ്രയോഗിക്കാൻ വെച്ചേക്കുന്ന സാധനമല്ല, പക്ഷെ പ്രയോഗിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാകും. വെട്ടുകത്തി വെച്ചേക്കുന്നത് ആരെയും വെട്ടാനും കൊല്ലാനും അല്ല, ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്. പക്ഷെ വെട്ടുകത്തി വെച്ച ഒരാളെ വെട്ടിയാൻ മുറിയും, അത് ഉറപ്പാണ്, ഒരു സംശയമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും വെട്ടുകത്തി ഒറ്റ വെട്ടം വെട്ടുകയാണ് ചെയ്യുന്നത്. ഒരു വിറക് വെട്ടിയാൽ കൂടെ പല പ്രാവശ്യമായിട്ടേ വെട്ടുള്ളൂ, ഒറ്റയടിക്ക് വെട്ടൂല. അപ്പൊ അതുകൊണ്ട് തലാഖൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ വെച്ചേക്കുന്നതല്ല. മാർഗം വേറെ ഇല്ലാതെ വരുമ്പം രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കും എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ? ആ പരിഹാരം കാണാൻ വേണ്ടി അല്ലാഹു വെച്ചേക്കുന്ന ഒരു മാർഗമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നെങ്കിൽ അതോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം തീർന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരുന്ന അങ്ങനെ തീരണ ബന്ധമല്ല ഇത്. അത് സാധാരണ ഉണ്ടാകുന്നതാണ്. ലാ യഖ്റുഖ് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരൊറ്റ മൂമിനായ മനുഷ്യന് മൂമിനായ ഒരു സ്ത്രീയെ പൂർണ്ണമായ നിലയിൽ തള്ളിക്കളയരുത്, വെറുത്ത് കളയരുത്. ചിലപ്പോ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അവളിൽ നിന്ന് കാണുമ്പോൾ ഇഷ്ടമില്ലാത്തത് കണ്ടു, ഇഷ്ടമുള്ളത് വേറെയും അതുപോലെ ധാരാളം കാണുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് അതും ഇതും കൂടി ചേർത്ത് നോക്കി സഹിച്ചോളണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്ന് പറഞ്ഞത്, സഹാബകൾ അഖല്ലഹ തകല്ലുഫൻ, ജാടയില്ലാത്തവരാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്ന് പറഞ്ഞു, ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബതി നബിയിഹി വഇഖാമതി ദീനിഹി. എന്താ സഹാബാക്കളെ അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്വം? സഹാബാക്കൾ ആരാണ്, എന്താണ് അവരുടെ ദൗത്യം, അവർ ചെയ്തിരുന്ന ജോലി എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്ന് പറഞ്ഞു, ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബതി നബിയിഹി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹചാരികളാകാൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ എപ്പോഴും കഴിയാൻ, അല്ലാഹുവിന്റെ പ്രവാചകരുമായി സഹവസിച്ച് തങ്ങളുടെ ജീവിതം പഠിക്കാൻ, ആ പഠിച്ച ജീവിതം ലോകത്തിന് മുഴുവനും പറഞ്ഞു മാതൃകയാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തു കൊടുത്ത ആളുകളാണ്. എവിടെ നിന്നും വന്നുകൂടിയതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രലോഭിച്ച് കൂട്ടിയതല്ല, പണം കൊടുത്ത് വാങ്ങിച്ചതല്ല,
അധികാരം കൊടുത്ത് നേടിയതല്ല, കൂട്ടത്തിൽ പിടിച്ചു നിർത്തിയതല്ല, സ്ഥാനമാനങ്ങൾ കൊടുത്ത് പിടിച്ചു നിർത്തിയവരൊന്നുമല്ല. അല്ലാഹു തആല അവന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കൂടി ഈ കാര്യങ്ങൾ ശരിക്ക് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തു കൊടുത്ത ആളുകളാണിവർ. വൈഖാമത്തി ദീനിഹി, രണ്ടാമത്തെ ബാധ്യത, ഇത് പഠിച്ച് തങ്ങളോടൊപ്പം കൂടി സഹവസിച്ച് മുഴുവൻ കാര്യങ്ങളും പഠിക്കണം. സഹവസിക്കുമ്പോഴാണല്ലോ, കൂട്ടത്തിൽ കൂടുമ്പോഴാണ് മുഴുവൻ കാര്യങ്ങളും പഠിക്കുന്നത്. അല്ലാതെ ഒരാളെ കേട്ടാ പഠിക്കാൻ സാധിക്കില്ല. അയാളുടെ കൂട്ടത്തിൽ കൂടണം. കൂടിയാലേ സ്വഭാവം, പെരുമാറ്റം, പ്രകൃതം, എന്തൊക്കെയാണ് അയാൾക്ക് ഇഷ്ടം, ഏതാണ് അനിഷ്ടം, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാത്തത്, ഏതാണ് ഒഴിവാക്കുന്നത്, ഏതാണ് ഒഴിവാക്കാത്തത്, ഇതൊക്കെ ഒരാളെ കുറിച്ച് പഠിക്കണമെങ്കിൽ കൂട്ടത്തിൽ കൂടണം എപ്പോഴും. അതുകൊണ്ട് കൂട്ടത്തിൽ കൂടാൻ വേണ്ടി തെരഞ്ഞെടുത്തവരാണ് അല്ലാഹു തആല, വേറെ ആളെ കിട്ടാഞ്ഞിട്ടല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ഈ ലോകത്ത് അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി തിരഞ്ഞെടുത്തവരാണ്. സഹാബാക്കളല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ലോകത്ത് എവിടെയാ ദീനുണ്ടാവുക? മദീനായിൽ താമസിച്ച ആളുകൾ മദീനായിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകമായ നിലയിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകും. മദീനാക്കാരെ ആരെങ്കിലും പറ്റിച്ചാൽ, വഞ്ചിച്ചാൽ, ചതിച്ചാൽ വെള്ളത്തിൽ ഉപ്പലിയുന്നത് പോലെ അവൻ അലിഞ്ഞു തീർന്നു പോകും. മദീനായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ കാരണമായി മക്കയിൽ ബർക്കത്ത് കൊടുത്തതുമാതിരി എന്റെ ദുആ കാരണമായി അല്ലാഹു മദീനായിൽ ബർക്കത്ത് ചെയ്തിരിക്കുന്നു. മദീനായിൽ ആർക്കെങ്കിലും മരിക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പോയി കളയരുത്, അവിടെ തന്നെ താമസിച്ച് മരിക്കണം. ഇവിടെ മരിക്കുന്ന ആളുകളെ നാളെ എന്നോടൊപ്പം യാത്രയാക്കപ്പെടും. ഞാൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ജന്നത്തുൽ ബഖീയിൽ വന്ന് അവരെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ വരുന്നത്, എന്റെ കൂട്ടത്തിൽ വരും. മദീനായിലെ പ്രയാസങ്ങളും കഷ്ടതകളും അവിടുത്തെ കാലാവസ്ഥയും സഹിച്ച് ആരെങ്കിലും ഇവിടെ ക്ഷമിച്ച് കഴിഞ്ഞുകൂടി ജീവിച്ചാൽ ഞാൻ അവനക്ക് നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുകയും അവന് സാക്ഷിയായി ഞാൻ വരികയും ചെയ്യും. ഇങ്ങനത്തെ മഹത്വങ്ങളൊക്കെ മദീനായിൽ താമസിക്കുന്നതിന് പറഞ്ഞു കൊടുത്തു സഹാബാക്കളോട്. ആ സഹാബാക്കൾ എവിടെയാ മരിച്ചത്? 1.25 ലക്ഷത്തോളം സഹാബാക്കൾ ഉണ്ടായിരുന്നിട്ട് ഹജ്ജത്തുൽ വദാഇൽ ഏകദേശം 1,30,000-ഓളം സഹാബാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ മദീനായിൽ വെറും 10,000-ഓളം സഹാബാക്കളുടെ ഖബറുകളിൽ. ബാക്കി സഹാബാക്കൾ മുഴുവനും ലോകത്തിന്റെ പല ഭാഗത്തുമാണ്. എവിടെയൊക്കെയാണ് സഹാബാക്കൾ ലോകം മുഴുവൻ എത്തിയത്? എന്താ കാരണം? അല്ലാഹു തആല നബിതങ്ങളുടെ ജീവിതം പഠിക്കാൻ വേണ്ടി തങ്ങളുടെ കൂട്ടത്തിൽ അവരെ കൂട്ടിയവരാണ്. അല്ലാഹുവിന്റെ ദീനിനെ നിലനിർത്താൻ. എവിടെയാ? മദീനയിലാണോ? ലോകം മുഴുവനും. മക്കയും മക്കയുടെ ചുറ്റുഭാഗത്തുമുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ദീനെത്തണം, അവർക്ക് മുഴുവനും ഇത് കിട്ടണം. അതിനു വേണ്ടി തെരഞ്ഞെടുത്ത് കൊടുത്തവരാണ് ഈ സഹാബാക്കളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് സഹാബാക്കൾക്ക് ഈ മഹത്വം അല്ലാഹു നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹാബാക്കളെ കുറിച്ച് എത്രയോ പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. الله سبحانه وتعالى പറയുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതനാണ്. തങ്ങളോടൊപ്പമുള്ള ആളുകൾ നിഷേധികളെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുകയോ അവരോടൊപ്പം കൂടുകയോ സഹവസിക്കുകയോ ചെയ്യുകയില്ല. അവരോട് കടുത്ത നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നാൽ പരസ്പരം ഇതിനെ അംഗീകരിച്ച ദീനിനെ വഴിപ്പെട്ട് കീഴ്പ്പെടുന്ന ആളുകളോട് എല്ലാ നിലയിലുമുള്ള അനുകമ്പയും സ്നേഹവും കാരുണ്യവും പെരുമാറ്റത്തിൽ ഉള്ളവരാണ്. അവരെ കച്ചവടത്തിലോ കമ്പോളത്തിലോ കൃഷിസ്ഥലങ്ങളിലോ അല്ല നീ കാണേണ്ടത്. അവരെ കാണേണ്ടത് അവർ അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞും സുജൂദിലായിട്ടും കഴിയുന്ന സമയത്താണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നവരായിട്ടാണ് അവരെ കാണുക. എന്നിട്ട് അല്ലാഹു തആല അവരുടെ വിശേഷണങ്ങൾ പറയുക. അതുപോലെ സഹാബാക്കളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ
റളിയല്ലാഹു അൻഹും വറളു അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുഹാജിരീങ്ങളും അൻസാരികളുമായ ആദ്യമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കൂടിയവർ, ഒരു വിഭാഗം ആദ്യം കൂടി, സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളും കൂടി അൻസാരികളും കൂടി. പിന്നെ വന്നവർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നീട് വന്നവർ അവരുടെ കൂട്ടത്തിൽ കൂടി എല്ലാ നന്മയായ കാര്യങ്ങളിലും അവരുടെ കൂട്ടത്തിൽ കൂടിയവരാണ്. ഇവരെ കുറിച്ചെല്ലാം റളിയല്ലാഹു അൻഹും വറളു അൻഹു, ആദ്യം വന്നവരെയും അവരുടെ കൂട്ടത്തിൽ കൂടി പിന്നീട് വന്നു ചേർന്നവരെയും റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെയും തൃപ്തിയാണ്, അവർക്ക് അല്ലാഹുവിനെയും തൃപ്തിയാണ്. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون حاجة في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. നേരത്തെ തന്നെ ഇവിടെ വന്ന് താമസിച്ച് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി ഒരുക്കി വെച്ചിരുന്ന, ഒരുക്കം നടത്തിയിരുന്ന ആളുകൾ, മദീനയിൽ നേരത്തെ താമസിച്ചവർ വന്നവരെ സ്വീകരിക്കുകയും അവർക്ക് അഭയം നൽകുകയും അവർക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നവരാണ്, ഇവരുടെ ആവശ്യങ്ങളെ മാറ്റിവെക്കുന്നവരാണ്, ഇവർക്ക് എത്ര അത്യാവശ്യമുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അവർക്കുള്ള മഹത്വങ്ങൾ, അവർക്ക് അല്ലാഹു തആല വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഖുർആനിന്റെ എത്ര ആയത്തിനാണ്. അതുപോലെ ഈ സഹാബാക്കളെ മുഴുവനായി, സഹാബാക്കളെ അല്ലാഹു തആല അവരുടെ പദവികൾ അനുസരിച്ച് വേർതിരിച്ചു പറഞ്ഞു. ഒരു സമയത്ത് നബി തങ്ങളോടൊപ്പം കഷ്ടപ്പാടിന്റെ സമയത്ത് കൂടിയവർ, അവർ മഹത്വം കൂടുതലുള്ളവരാണ്. അല്ലാത്തവരുടെ മഹത്വം അതിനോടൊപ്പം എത്തുകയില്ല. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദ് വഖാതലു. രണ്ടുപേരും തമ്മിൽ മക്കം ഫതഹിന് മുമ്പ് ഈ ദീനിനെ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ചവർ അവരോടൊപ്പം എത്തുകയില്ല ശേഷം ചെയ്തവർ. പക്ഷേ എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. മുഴുവൻ സഹാബാക്കൾക്കും സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയാതെ പറഞ്ഞതായിരിക്കുമല്ലേ ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം സഹാബാക്കളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, സഹാബാക്കൾക്കിടയിൽ ഉടലെടുക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, അവർ ഇടപെടുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹ് അറിയാതെ പറഞ്ഞതായിരിക്കും അല്ലേ? അതോ അല്ലാഹു തആല അറിഞ്ഞിട്ട് പറഞ്ഞതാണ്? അല്ലാഹു തആല നടന്ന കാര്യങ്ങളെ അറിയുകയുള്ളൂ, നടക്കാനുള്ള കാര്യങ്ങളും അറിയുമോ? അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം ഫഖാല ലഹു ഉക്തുബ് ഖാല മാ അക്തുബ് ഖാല ഉക്തുബ് മാ കാന വമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ. അല്ലാഹു തആല എല്ലാം അറിഞ്ഞിട്ടാ പറയുന്നത്. അല്ലാഹു തആല സഹാബാക്കളെ കുറിച്ച് പറയുന്നു, ഇവരെ കുറിച്ച് എനിക്ക് തൃപ്തിയാണ്, പൊരുത്തമാണ്. അവർ എന്ത് കാര്യം ചെയ്തെങ്കിലും നിങ്ങൾ ചോദിക്കണ്ട, നോക്കണ്ട, ഞാൻ ഇഷ്ടപ്പെട്ടു, തെരഞ്ഞെടുക്കും. നമ്മൾ പറയുന്നേ അത് പറ്റൂല, അത് പറ്റൂല. ഞങ്ങളും കൂടി പറയണം. ഞങ്ങൾ ആരെയെല്ലാം നല്ലതാണെന്ന് പറയുന്നു അവരെ നീയും സംഭവിച്ചു, ഞങ്ങൾ ആരെ മോശമെന്ന് പറയുന്നു അവരുടെ മോശം നീയും സംഭവിച്ചേ പറ്റുള്ളൂ. അള്ളാഹുവിനോട് പറയുന്നു. അള്ളാഹു തആല പറഞ്ഞു വെച്ചേക്കുന്നതെല്ലാം അറിഞ്ഞോണ്ടല്ലേ. ഓരോരോ സഹാബാക്കളെ കുറിച്ച് എന്തെല്ലാമാണ് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നത്. ഓരോരോ സഹാബാക്കളെ കുറിച്ച് വെറുതെ പറയുക, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു സഹാബാക്കളെ കുറിച്ച്. അതിലേറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുന്നത് ഒരു പാവൻ സഹാബിയുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ എന്ന് കേട്ട ചില ആളുകൾക്ക് ഇങ്ങനെ പെരുത്ത് കയറും. പറയാൻ കൊള്ളൂല, എന്റെ നാവ് കൊണ്ട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, മാത്രമല്ല പേടിയാ പറയാൻ അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറയുന്നത്. അങ്ങനെ അങ്ങ് പറയാൻ എന്തോ എന്റെ കുടുംബത്തിലുണ്ട് ഏതോ പണമെല്ലാം അതുപോലെ വാപ്പാടെ മുതലെല്ലാം പിടിച്ചു പറിച്ചുകൊണ്ട് പോയ ഏതെങ്കിലും ബന്ധുക്കളെ കുറിച്ച് പറയുന്നത് പോലെയാണ് പറയുന്നത്. അവൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, മന്ദാ മാടാം. എന്നിട്ട് അതിനൊക്കെ ഹദീസും കൊണ്ടുവിടും. എന്തെല്ലാം ഹദീസ് പറയുന്ന മാറിയാറിനെ കുറിച്ച് ഇദാ റഅയ്തും മുആവിയത അലാ മിൻബരി ഫഖ്തുലു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാന്ന് പറഞ്ഞ ഹദീസ് പറയുന്നത്, മുആവിയാനെ എന്റെ മിൻബറി കണ്ടാ കൊന്നേക്കണം. ഒരടിസ്ഥാനവും ഇല്ലാത്ത ഹദീസാ. അങ്ങനെ ഒരു ഹദീസേ ഇല്ല. ആ ഹദീസ് ഉണ്ടെന്ന് ഇങ്ങനെ ആളുകൾ പറയുകയാണ്. ശരിയിരിക്കട്ടെ, അതേ ഹദീസ് തന്നെ വേറെ റിവായത്തുകളിൽ വരുന്നുണ്ട്, വേറെ ആളുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ പറഞ്ഞത്?
ഇദാ റഅയ്തും മുആവിയത അലാ മിൻബരി ഫഖ്ബലൂഹു ഫഇന്നഹു അമീനുൻ മഅ്മൂൻ. ആദ്യം പറഞ്ഞ ഹദീസ് മൗദൂആണ്, ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ തടുക്കാൻ ലൈഫായ ഹദീസാണെങ്കിലും മതി. ഈ പറഞ്ഞ ഹദീസ് ലൈഫായ ഹദീസാണ്, അതുകൊണ്ട് അതിനെ തടുക്കാൻ ഇതാണെങ്കിലും മതി. കള്ളം പറയുന്നതിന് ചെറിയ നേരാണെങ്കിലും പോരെ, എല്ലാവരും സമ്മതിക്കാത്ത നേര് പറഞ്ഞാലും പോരെ അതിനെ എതിർക്കാൻ. കള്ളം പറയുന്നതിന് പക്ഷെ രണ്ടും വിട്ടേ, അത് രണ്ടും എടുക്കണ്ട, രണ്ടും ആധികാരികത ഉള്ളതല്ല, അതുകൊണ്ട് രണ്ടും വിട്ടേ. റിവായത്തിനെ കുറിച്ചും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സന്ദർഭം സമയവുമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആവശ്യക്കാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മസ്നൂഅ ഫിൽ അഹാദീസിൽ മൗദൂഅ എന്ന കിതാബിൽ ഈ ഹദീസിനെ കുറിച്ച് വിശദമായ നിലയിൽ ചർച്ച നോക്കിക്കൊള്ളു. അലിന്യങ്ങളിൽ അധികം പേര് വിരിക്കുന്നത് അവർ നോക്കിക്കൊള്ളു. അപ്പൊ അങ്ങനെ ഒരു ഹദീസ് ഉള്ളതല്ല, ഇല്ലാത്തതാണ്. അത് പറഞ്ഞാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. എന്നാൽ ഉള്ള ഹദീസുകളോ അതാരും നോക്കുന്നില്ല. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹദീസ് നിവേദനം ചെയ്യും. സഹാബാക്കളുടെ കാലത്തൊന്നും ജീവിച്ചിരുന്ന ആളല്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അബദ്ധം പറ്റിപ്പോയെന്ന് പറയാൻ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഹദീസ് സ്വീകരിക്കുന്ന റിവായത്ത് ചെയ്യുന്ന ആളുകൾ അവരെ കുറിച്ച് എത്ര വിശകലനം ചെയ്ത് എത്ര അവരെ കുറിച്ച് പരിശോധിച്ചിട്ടാണ് അവരെ അംഗീകരിക്കുന്നത് എന്ന് ലോക പ്രശസ്തമാണ്, ലോകത്തെല്ലാവർക്കും അറിയാമാണ്. ഏത് ഹദീസ് നിഷേധികളും ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നടങ്ങും. കാരണം അതിനെ നിഷേധിക്കാൻ ഇച്ചിരി മടിയാണ്. അത് അത്രയും ആധികാരികത ഉള്ളതുകൊണ്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹദീസ് നിവേദനം ചെയ്യുന്നു. ഏത് ഹദീസ്? വളരെ പ്രസിദ്ധമായ, ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ പ്രശസ്തമായ ഹദീസ്. ഖിയാമത്ത് നാൾ വരെ ഈ ദീനിനെ നിലനിർത്തുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന ഹദീസ്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക് ലാ യദുറുഹും മൻ ഖലഫഹും വലാ മൻ ഖദലഹും. ഹദീസിന്റെ ലഫ്ളുകളിൽ റിവായത്തുകൾ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, ബുഖാരിയിൽ അങ്ങനെയല്ല ഉള്ളത്. ഇയാളെന്താ പറഞ്ഞിട്ട് പോയെന്നാണ് ചോദിക്കരുത്. ഹദീസിന്റെ വചനങ്ങളിലുള്ള വ്യത്യാസമാണ്, റിവായത്തുകളിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്, അങ്ങനത്തെ വചനങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഹദീസ് ആരാ റിവായത്ത് ചെയ്യുന്നത്? മുആവിയ റളിയല്ലാഹു അൻഹു. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലാൻ പറഞ്ഞ ആളാണെങ്കിൽ പിന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നേ കൊന്നല്ലേ. പക്ഷെ അതിരിക്കട്ടെ, അത് മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് എന്നാണ്. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഭാഗമുണ്ട് സഹാബാക്കളുടെ മഹത്വങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം. സഹാബാക്കളെ, അതിൽ പൊതുവായ നിലയിൽ സഹാബാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ സഹാബാക്കളെ കുറിച്ചും അവരോട് ചെയ്യേണ്ട ബാധ്യത എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രസിദ്ധമായ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുമുല്ലാഹ് രണ്ടുപേരും നിവേദനം ചെയ്യുന്ന ഹദീസ്, മുത്തഫഖ് അലൈഹി ആയ ഹദീസാണ്. എന്താ ഹദീസ്? ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബാക്കളെ നിങ്ങൾ ആക്ഷേപിക്കരുത്, ചീത്ത പറയരുത്. കാരണം ഫഇന്നഹും ഖിയാറുക്കും, എന്റെ സമുദായത്തിലെ ഉത്തമന്മാരായ ആളുകൾ അവരാണ്. അവരുടെ ഒപ്പം എത്താൻ വേറെ ആർക്കും സാധ്യമല്ല. എന്ത് ചെയ്താലും എത്തുകയില്ല, ആരും ആ സ്ഥാനത്തേക്ക് വരികയില്ല. അതുകൊണ്ട് എന്റെ സഹാബാക്കൾ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമനാണ്, അവരെ ചീത്ത പറയരുത്. നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ച് ആ സഹാബാക്കൾ അവരുടെ ഏതെങ്കിലും ഒരു കയ്യിൽ കൊള്ളാവുന്ന, ഉള്ളങ്കയിൽ കൊള്ളാവുന്ന ഒരു മുദ്ദ് ഗോതമ്പോ കാരക്കായോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പോട്ടെ വല നസീഫഹു, അതിന്റെ പകുതിയുടെ പ്രതിഫലം പോലും നിങ്ങളുടെ ഉഹദ് മലയോളമുള്ള സ്വർണം ചെലവാക്കിയതിന് നേടാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല. കാരണം അവർ അങ്ങനെ ദീനിനെ നിലനിർത്തിയവരാണ്, നിങ്ങളിൽ ഉത്തമരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സഹാബാക്കളെ ചീത്ത പറയുന്നു, എന്റെ സഹാബാക്കളെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. അപ്പൊ ആക്ഷേപം ഏതെല്ലാം ഹദീസുകളിൽ കളവായിട്ടോ മൗദൂആയിട്ടോ ലഈഫായിട്ടോ മുൻകറായിട്ടോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം വെല്ലുന്നതല്ലേ മുത്തഫഖ് അലൈഹിയായ ഹദീസ്. ഇതെല്ലാം സ്വീകരിച്ചുകൂടെ? ആരും കാണാത്തത് കൊണ്ടാണോ, കണ്ണടച്ചു പിടിക്കുന്നതാണോ എന്ന് പറഞ്ഞത്? മുത്തഫഖ് അലൈഹിയായ ഹദീസാണ്. ലാ തസുബ്ബു അസ്ഹാബി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കി ഒരു രാത്രി, നക്ഷത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ നിവേദനം ചെയ്യുന്ന ഹദീസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ വഇദാ ദഹബത്തിൻ നുജൂം ജാഅത്തിസ്-സമാഉ മാ തുഅദ്. നക്ഷത്രം ആകാശത്തിന് നിർഭയത ഉണ്ടാക്കുന്നതാണ്, ആകാശത്തിന് ശാന്തി ഉണ്ടാക്കുന്നതാണ് നക്ഷത്രം പോയാൽ ആകാശത്തിന്റെ പണി തീർന്നു, ആകാശം പൊട്ടിപ്പൊളിഞ്ഞു പോകും.
നക്ഷത്രങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, നക്ഷത്രം അമനത്തുൽ ലിസ്സമ, ആകാശത്തിന്റെ നിർഭയത ഉണ്ടാക്കുന്നതാണ്, അതിലൊരു കുഴപ്പവും വരികയില്ല എന്ന് എല്ലാവരെയും അറിയിക്കുന്നതാണ് നക്ഷത്രം. ഫൈദാ ദഹബത്തിൻ നുജൂം, നക്ഷത്രങ്ങൾ പോയാൽ ആകാശത്തിന് അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യം വരും. എന്താ ആകാശത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? എല്ലാം പൊട്ടി തകർന്നു പോകും. ഞാൻ എന്റെ സഹാബാക്കൾക്ക് നിർഭയതയാണ്. ഞാനുള്ള കാലത്തോളം എന്റെ സഹാബാക്കൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെല്ലാം പരിഹരിക്കപ്പെടും, ഒന്നും നിലനിൽക്കുകയില്ല. ഞാൻ എന്റെ സഹാബാക്കളെ സംരക്ഷിക്കുന്നവനാണ്, സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവനാണ്. ഞാനെങ്ങാനും പോയാൽ എന്റെ സഹാബാക്കൾക്ക് അവരോട് അറിയിക്കപ്പെട്ടിരിക്കുന്ന, മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവരിൽ വരും. ഭിന്നതകളും ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാവും. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാവുന്നത്. ഒരു ഭാഗത്ത് മുർത്തത്താവുന്നു, ഒരു ഭാഗത്ത് സക്കാത്ത് നിഷേധിക്കുന്നു, ഒരു ഭാഗത്ത് ഞങ്ങൾ വേറെ അമീറായിട്ട് 2 അമീർ വേണം, 2 ഭരണാധികാരിയാകാമെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പോലും തീരുമാനമാകുന്നില്ല. പ്രശ്നങ്ങൾ വന്നു, അന്നേ ഉടലെടുത്തു. അപ്പൊ ഞാൻ പോയാൽ എന്റെ സഹാബാക്കൾക്ക് പ്രശ്നങ്ങൾ. എന്റെ സഹാബാക്കൾ എന്റെ ഉമ്മത്തിന്റെ നിർഭയതയാണ്. സഹാബാക്കൾ ഉള്ള കാലത്തോളം എന്റെ ഉമ്മത്തിന് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിന് പരിഹാരമുണ്ടാകും, അത് നേരെയാകും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഭയപ്പെടേണ്ട, എന്റെ സഹാബാക്കൾ ഉള്ളപ്പോൾ. എന്റെ സഹാബാക്കളെല്ലാം തീർന്നാൽ എന്റെ ഉമ്മത്തിന് അവരോട് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വന്നു ചേരും. ആളുകൾ പലതരത്തിൽ ബിദ്അത്തുകളിൽ, ഖുറാഫാത്തുകളിൽ, ദലാലാത്തുകളിൽ, കുഫറിൽ, ഇൽഹാദിൽ, ഫിത്നായിൽ, ശിർക്കിൽ എല്ലാത്തിലും പെട്ടുപോകും എന്റെ ഉമ്മത്തികൾ. അവരോട് എന്താ പറഞ്ഞിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഞങ്ങളോട് ഒരു വാള് പറഞ്ഞു. وعظنا رسول الله صلى الله عليه وسلم موعظة بليغة وجلت منها القلوب وذرفت منها العيون. قيل يا رسول الله كأنها موعظة مبلغ فأوصنا. قال أوصيكم بتقوى الله والسمع والطاعة وإن كان عبدا حبشيا فإنه من يعش منكم بعدي فسيرى اختلافا كثيرا. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന നിങ്ങൾ പല അഭിപ്രായ ഭിന്നതകളും കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ഒന്നും രണ്ടുമൊന്നുമല്ല, ധാരാളമായിട്ട് കാണും. അപ്പൊ സഹാബാക്കൾ പൊതുവായ നിലയിൽ ഈ ഉമ്മത്തിന് അമാനത്താണ്, ഉമ്മത്തിന് അമാനാണ്, ഉമ്മത്തിന് നിർഭയത്വമുള്ളതാണ്. സഹാബാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഉമ്മത്ത് നശിക്കുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. ഈ ഉമ്മത്ത് ഏതെങ്കിലും ദലാലത്തിൽ പോയി പെട്ടുപോയി ഇല്ലാതായി പോകുമെന്ന് ആർക്കും പേടിക്കേണ്ട. ആ കാര്യത്തിന് പരിഹാരം ഉണ്ടാകും. ഉണ്ടായില്ലേ? സഹാബാക്കൾ ജീവിച്ചിരുന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഫിത്ന ഉണ്ടായി, പരിഹാരം ഉണ്ടായില്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് എന്തെല്ലാം ഫിത്ന ഉണ്ടായി, പരിഹാരം ഉണ്ടായില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എന്തെല്ലാം ഫിത്ന ഉണ്ടായി, അദ്ദേഹത്തിനെ വധിച്ചു കളഞ്ഞില്ലേ, ഖത്ൽ വരെ എത്തിയില്ലേ, എന്നിട്ടും അതിന് പരിഹാരം ഉണ്ടായില്ലേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം വന്നില്ലേ? അലി റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി, അതിന് പരിഹാരം ഉണ്ടായില്ലേ? അൽ ഖിലാഫത്തു ബഅദി 30 സന. അപ്പൊ എന്റെ സഹാബാക്കൾ പോയാൽ പിന്നെ നിങ്ങള് ഇതൊക്കെ പ്രതീക്ഷിച്ചോളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേ പറഞ്ഞു. അപ്പൊ സഹാബാക്കളെ പൊതുവായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മഹത്വങ്ങളെ പറഞ്ഞു തന്ന് അവരെ ചീത്ത പറയാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം റസീം റഹിമഹുല്ലാഹ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ വരുന്നു, ഇദാ റഅയ്തുമുൽ ലദീന യസുബ്ബൂന അസ്ഹാബി ഫഖൂലു ലഅനത്തുല്ലാഹി അലാ ശർരിക്കും. എന്റെ സഹാബാക്കളെ ചീത്ത പറയുന്നവരെ കണ്ടാൽ അവരോട് പറഞ്ഞേരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് ഷർറാണ്, ഈ ഷർറിന്റെ പേരിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാകുമെന്ന് പറഞ്ഞേക്കാം. إذا رأيتم الذين يسبون أصحابي فقولوا لعنة الله على شركهم. ഇങ്ങനെ സഹാബാക്കളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം പറഞ്ഞു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്, നേരത്തെ കേട്ടത്. എത്രയോ ആയത്തുകൾ സഹാബാക്കളെ കുറിച്ച് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുന്നു സഹാബാക്കളെ.
ഉലൈക ഹുമുർ റാഷിദൂൻ, സഹാബാക്കൾ നേർവഴി പ്രാപിച്ചവരാണ്. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവർ സത്യസന്ധന്മാരാണ്. ഉലൈക ഹുമുസ് സിദ്ദീഖൂന വശുഹദാ, ഈ ദീനിനെ നിലനിർത്തുന്ന വിഷയത്തിൽ സത്യസന്ധത പാലിക്കുകയും അവരുടെ ജീവൻ അർപ്പണം ചെയ്തവരുമാണ്. ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അല്ലാഹു തആല അവരെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യുന്നവരായി കണ്ടു മിണ്ടാതിരിക്കുകയല്ല, അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് തഖ്വായ്ക്ക് യോഗ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി പാകപ്പെടുത്തിയെടുത്ത് അവരുടെ ഹൃദയങ്ങളെ തഖ്വായിൽ അല്ലാഹു തആല കഴുകി മുഴുക്കി എടുത്തതാണ്. ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. എന്തെല്ലാം അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത്? അല്ലാഹു തആല സഹാബാക്കളെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കുമെന്ന് അല്ലാഹുവിന് അറിയാമല്ലോ. കാരണം പരിശുദ്ധമായ ഖുർആൻ അടങ്ങിയ ദീന് ഖിയാമത്ത് നാൾ വരെ ഞാൻ സൂക്ഷിക്കുമെന്ന് അല്ലാഹു ഏറ്റെടുത്തതിന്റെ ഉത്തരവാദിത്വം. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പരിശുദ്ധമായ ഖുർആനിലാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പിന്നെ അല്ലാഹ് തീരുമാനിച്ചു സഹാബാക്കൾ നല്ലവരാണെന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കുന്നു. ആ സഹാബി കൊള്ളൂല, ഈ സഹാബി കൊള്ളൂല, അവര് പറ്റൂല, അവര് പറ്റൂല. ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. മക്ക ഫതഹിന്റെ സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പോകാൻ വേണ്ടി സഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് മക്ക വിജയത്തിന്റെ ആ യുദ്ധത്തിൽ പുറപ്പെടുകയാണ്. യുദ്ധമൊന്നും നടന്നില്ല, ഒരു യുദ്ധവും ഉണ്ടായില്ല. ഇദ്ഹബൂ ഫഅൻതും തുലഖാ, എല്ലാരെയും വെറുതെ വിടുകയാണ് ചെയ്തത്. ആരോടും ഒരു പ്രതികാരം പോലും റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്തില്ല. പക്ഷെ അതിനും യുദ്ധമെന്നാ പറയുന്നത്. നബി തങ്ങൾ പോയതിന്റെ പേരിൽ ആ മക്ക ഫതഹിന് പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ മക്കയിലുള്ള ചില പരിചയക്കാർക്ക് ഒരു കത്തെഴുതി. മദീനയിൽ നിന്ന് കത്തെഴുതിയിട്ട് എന്താ കത്തിലുള്ളത്? ഭയങ്കര കുറ്റവാ, രാജ്യദ്രോഹ കുറ്റവാ. മക്കയിലുള്ള 3-4 പരിചയക്കാർക്ക് എഴുതി കത്തെഴുതി കൊടുത്തയക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഇവിടുന്ന് മക്കയിൽ വന്ന് നിങ്ങളെ കീഴ്പ്പെടുത്തി മക്ക പിടിച്ചടക്കാൻ വേണ്ടി, അധികാരം സ്ഥാപിക്കാൻ വേണ്ടി, ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഇവിടുന്ന് പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. തയ്യാറെടുക്കണമെന്നോ നിങ്ങൾ എതിർക്കണമെന്നോ സന്നദ്ധരായിക്കോളോ ഈ കാര്യമൊന്നും അല്ല എഴുതിയത്. അതുകൊണ്ട് ആ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കത്തെഴുതി. ഇത്രയും വലിയ കുറ്റമല്ലതുകൊണ്ട് കത്തെഴുതി എവിടെ കൊടുത്തയച്ചു? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ സഹാബി കത്തെഴുതിയിട്ട് മക്കയിലേക്ക് പോകുന്ന ഒരു പെണ്ണിനോട് കൊടുത്തു. ഇതാരെയും കാണാതെ സൂക്ഷിച്ച്, ആരും വഴിയിൽ വെച്ച് കണ്ട് നിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കരുത്, അവർക്ക് മാത്രമേ കൊണ്ടേ കൊടുക്കാവുള്ളൂ, വേറെ എവിടെയും കൊടുക്കരുത് എന്ന് പറഞ്ഞ കത്തും കൊടുത്തു വിട്ടു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സഹാബിയെയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുതിരപ്പുറത്ത് കയറി വേഗം പോണം. എന്നൊരു പറഞ്ഞൊരു തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ പോണം. അവിടെ ഒരു പെണ്ണ്, യാത്രക്കാരി പെണ്ണ് ആ തോട്ടത്തിലുണ്ട്, തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ എത്തുമ്പോ ആ പെണ്ണിനെ തോട്ടത്തിൽ കാണും. അവളുടെ കയ്യിൽ ഒരു എഴുത്തുണ്ട്, പോയി എഴുത്തു വാങ്ങിച്ചു. ആരോടാ പറയുന്ന? അലി റളിയല്ലാഹു അൻഹു. സാധാരണക്കാരനൊന്നും അല്ലല്ലോ. രണ്ടുപേരും കുതിര ഓടിച്ച് അവിടെ പോയി തോട്ടത്തിൽ പോയപ്പോൾ കറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ആ പെണ്ണിനെ കണ്ടു. വേറെ ഒന്നും ചോദിച്ചില്ല. അഖ്രിജിൽ കിതാബ്, പിന്നെ എഴുത്തു താങ്ങുക. എന്തൊരു വക്രമായത്! ഒരു പരിചയമില്ല, ഒരു ബന്ധവുമില്ല, എവിടെ നിന്ന് വന്നു എഴുത്തോ? എന്തെഴുത്ത്? എന്റെ അടുത്ത് എഴുത്തുമില്ല, പുത്തുമില്ല, ഒന്നുമില്ല. ഞാൻ പോസ്റ്റുമാനോ? എഴുത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മര്യാദയ്ക്ക് എഴുത്തുക, ഇല്ലെങ്കിൽ കസ്റ്റംസിന്റെ പണി ഞങ്ങൾ എടുക്കുമ്പോൾ. അഖ്രിജിൽ കിതാബ് എല്ലായിടവും പരിശോധിക്കും, ഒരു സ്ഥലവും വിടൂല. കാരണം നിഗതങ്ങൾ എഴുത്ത് വാങ്ങിച്ചുകൊണ്ട് പോകാനാ പറഞ്ഞത്. എഴുത്ത് നിന്റെ അടുത്തുണ്ട്, നീ എവിടെ പഠിപ്പിച്ചു വെച്ചാൽ ഞങ്ങൾ എടുക്കുന്നു. അത് കേട്ടപ്പോ പെണ്ണൊറ്റയ്ക്കല്ലേ ഉള്ളൂ. കസ്റ്റംസുകാരുടെ പണിയെടുത്ത് അവരെന്തെല്ലാം പരിശോധിക്കുമെന്ന് അറിയാൻ പോലും പറ്റില്ല. അതുകൊണ്ട് വേഗം മുടി ഇങ്ങനെ കെട്ടിവെച്ചിരുന്ന, നല്ല മുടി കെട്ടിവെച്ചിട്ട് മുടിക്കുത്തിന് അകത്ത വെച്ചിരുന്നത് ആരും പരിശോധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എഴുത്തെടുത്തു. ഇവർ രണ്ടുപേരും വേറെ ഒന്നും വേണ്ടിയില്ല. പെണ്ണിന്റെ അടുത്ത് ആര് തന്നു, എവിടെ നിന്ന് തന്നു, എന്തിനു തന്നു, നിനക്കെന്ത് കൂലി കിട്ടി, നീ എവിടെ കൊണ്ടേ കൊടുക്കാനാ, നീ എന്തിനാ ഇതേറ്റത്, ഒരക്ഷരം പോലും വേണ്ടിയില്ല. എഴുത്ത് കിട്ടി, അപ്പോഴേ തിരിച്ച് രണ്ടുപേരും കൂടി. മദീനയിലെ സംഭവം അറിഞ്ഞപ്പോ പിന്നെ പള്ളിയിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടി, സഹാബാക്കൾ വന്നുകൂടി. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅയെ വിളിച്ചു വരുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ. ഇങ്ങനെ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅയുടെ എഴുത്ത്
പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് കിട്ടി. എന്തൊരു ബഹളം അവിടെ. ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞു, ഏതല്ലേ യാ റസൂലല്ലാഹ് അദരികുൽ ഖഹാദൽ മുനാഫിഖ്, ഇവനെ വെച്ചുകൊണ്ടിരിക്കാനാ തങ്ങളെ തട്ടിയേക്കാ. ഇപ്പോഴേ തങ്ങളൊന്ന് മിണ്ടിയാ മതി, ഒന്ന് അനുവദിച്ചാൽ മതി, ഞാൻ ഇപ്പൊ തട്ടിയേക്കാമോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിക്ക്, അടങ്ങും പറയും, സമാധാനപ്പെട്, അന്വേഷിക്കട്ടെ കാര്യം. ഹാത്തബ് നബി വിളിച്ചിട്ട് ചോദിച്ചു, മഹാദായ ഹാത്തബ്, ഹാത്തബ് നീ കൊടുത്ത എഴുത്താണ്, ഇതെന്താ എഴുതിയേക്ക്, നിങ്ങൾ എഴുതാൻ. ഹാത്തബ് നബി പറഞ്ഞു, തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കാഫറായിട്ടോ കുഫറിലോ ശിർക്കിലോ പോകാനോ നബി തങ്ങളോടുള്ള വെറുപ്പിന്റെ പേരിലോ ഇസ്ലാമിനോടുള്ള വെറുപ്പിന്റെ പേരിലോ ഒന്നും എഴുതിയതല്ല. ഞാൻ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് ഇവിടെ വന്നതാണ്. മക്കയിൽ ഞാൻ വരുത്തനാണ്. മക്ക എൻ്റെ ഒറിജിനൽ നാടല്ല. ഞാൻ വേറെ നാട്ടിൽ നിന്ന് വന്ന് മക്കയിൽ വരുത്തനായി താമസിച്ചതാണ്. എൻ്റെ കുടുംബക്കാരും എൻ്റെ വീടും എൻ്റെ സമ്പത്തും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഞാന് ബാക്കിയുള്ള തങ്ങളുടെ കൂട്ടത്തിലെ മുഹാജിരീങ്ങൾ മക്കക്കാരാണ്, അവരുടെ കുടുംബക്കാർ അവിടെ ഉണ്ട്, അവരുടെ മുതലും വീടും എല്ലാം അവർ സൂക്ഷിച്ചോളും. പക്ഷേ എൻ്റെ മുതൽ സൂക്ഷിക്കാൻ ആരുമില്ല. തങ്ങൾ മക്കയിൽ പോയി മക്ക വിജയം നേടിക്കഴിഞ്ഞാൽ മക്കയിൽ നമുക്ക് താമസിക്കാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട് മക്കയുടെ വിജയം കിട്ടുമെന്ന്. അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം വേണം, എൻ്റെ വീടും കുടിയുമെല്ലാം അവിടെ കാണും. അപ്പൊ അതിനൊരു കേടും വരുത്താതിരിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ഞാനൊരു വിദ്യ കാണിച്ചതാണ് അവർക്ക്. തങ്ങൾക്ക് ഞാൻ എഴുത്തഴിയെന്ന് പറഞ്ഞ് തങ്ങൾ പരാജയപ്പെടുമെന്നോ അവർ ഒരുങ്ങുമെന്നോ ഇതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള ചിന്ത എൻ്റെ മനസ്സിന്റെ ഒരു സ്ഥലത്തും ഉദിച്ചിട്ട് പോലും ഇല്ല. മാത്രമല്ല അവരോട് ഒരുങ്ങാനോ എന്താണെന്നോ വിശദമായിട്ട് ഞാൻ ഒന്നും എഴുതിയില്ല. ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഒരു വിവരം അറിയിച്ച എന്റെ കാര്യം നടക്കുമല്ലോ എന്നോർത്ത് കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ഒരു തട്ടിപ്പ് നടത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖ ഹാത്തം, ഹാത്തം ഉള്ള കാര്യമാണ്, സത്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹാത്തമിന്റെ പേരിൽ ഒരു നടപടിയുമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ദഹിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല തങ്ങൾ, അവനെ തട്ടിയേ പറ്റുള്ളൂ, അവനെ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളൂല അവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഉമറേ, നിനക്കറിയാമോ, ലഅല്ലല്ലാഹ ഇത്തലഅ അലാ അഹ്ലി ബദരിൻ ഫഖാല ലഹും ഇഅമലൂ മാ ശിഅ്തും ഫഇന്നി ഖദ് ഗഫർതു ലക്കും. ഉമറേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബദർ, ബദരിൽ പങ്കെടുത്ത ആളുകളായ സഹാബാക്കളെ നോക്കിയിട്ട് അള്ളാഹ് തീരുമാനിച്ചിരിക്കുന്നത്, അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് അത് പുറത്തു തന്നിരിക്കുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുന്നു, അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അവരെ അങ്ങനത്തെ ആളുടെ പേരിലാണോ നീ നടപടി എടുക്കാൻ പറയുന്നത്, നീ അവരെ ആക്ഷേപിക്കുന്നത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു തൗബ ചെയ്തു, തങ്ങളെ അബദ്ധം പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു. അതിന്റെ സഹാബാക്കളെ കുറിച്ച് അവരുടെ തീരുമാനം. അപ്പൊ സഹാബ ഇത്രയും വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഹാത്തബ് ഇബ്നു അബീ ബൽതഅയെ ആക്ഷേപിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് തയ്യാറായപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പങ്കെടുത്ത സഹാബിയായതുകൊണ്ടും പറഞ്ഞത് സത്യമായതുകൊണ്ടും അയാൾ സത്യമാണ്, ഇതാണ് അല്ലാഹ് പറഞ്ഞത്, ഉലൈക ഹുമുസ് സാദിഖൂൻ, സത്യമേ പറയുള്ളൂ എന്ന്. സത്യം പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞ ആളെ ആക്ഷേപിക്കാൻ, കുറ്റപ്പെടുത്താൻ നിനക്കെന്താണ് അവകാശം ഉമറേ? സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ ജീവിതകാലത്ത്, നബിതങ്ങളുടെ സന്നിധിയിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ട് കൊല്ലണമെന്ന് സഹാബാക്കൾ പ്രമുഖരായ ആളുകൾ ആവശ്യപ്പെട്ട് ആക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഇടപെട്ട് ആ സഹാബിയെ അതിൽ നിന്ന് ഒഴിവാക്കുകയും കുറ്റം പറഞ്ഞവരെ, ആക്ഷേപിച്ചവരെ നബിതങ്ങൾ അവരുടെ പേരിൽ നടപടിയെടുക്കുകയും അവരെ മര്യാദ പഠിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സഹാബാക്കൾക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന സ്ഥാനം. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ, അബദ്ധങ്ങൾ പറ്റി അതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കാൻ പിന്നെ നമുക്കെന്താ അവകാശം? സമകാലികരായ അവർക്കേ അവകാശമില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ അവകാശം? അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല തീരുമാനിച്ചു സഹാബാക്കൾക്ക് ഈ സ്ഥാനം കൊടുത്തിരിക്കുന്നു. അങ്ങനെ സഹാബാക്കളെ പറയാൻ പാടില്ല. അതാണ് ലാ തസുബ്ബു അസ്ഹാബി. മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വന്ന വിഷയം കൂടെ തീർത്തേക്കാം. മുആവിയ റളിയല്ലാഹു അൻഹു സഹാബാക്കളുടെ മഹത്വങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി പ്രത്യേകം അധ്യായം സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്ന് സഹാബാക്കളുടെ പിന്നെ ഓരോരുത്തരുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ്, ബാബു മനാഖിബി ഉമർ, ബാബു മനാഖിബി ഉസ്മാൻ, ബാബു മനാഖിബി അലി, ബാബു മനാഖിബിൽ ഹസനി വൽ ഹുസൈൻ, ഓരോരുത്തരുടെയും ഇങ്ങനെ പറഞ്ഞു വന്നു. കൂട്ടിൽ ഒരു ബാബുണ്ട്, ബാബു ദിക്രി മുആവിയ. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന പാഠമുണ്ട്, ഒരു അധ്യായം തന്നെയുണ്ട്.
എന്താ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിക്ക് ഒന്നും മനസ്സിലാകാഞ്ഞിട്ടാണോ? പ്രത്യേകം ഒരു അധ്യായം തന്നെ കൊടുത്തേക്കുന്നത് സഹീഹുൽ ബുഖാരിയിൽ ബാബിൽ കൊടുത്തിരിക്കുന്നു. ഹദീസ് മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു റക്അത്ത് വിത്ർ നിസ്കരിച്ചു. ഔതറ മുആവിയ ബിറക്അത്തിൻ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും അറിയാമല്ലോ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഹിബറുൽ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ദുആ ചെയ്ത, അതിന്റെ പേരിൽ ഖുർആനിന്റെ ഇൽമു കിട്ടിയ, ഖുർആനിന്റെ തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണം, അപ്പോഴാണ് തഫ്സീർ ആവുക യഥാർത്ഥത്തിൽ. അതാണ് ഏറ്റവും ഉറപ്പുള്ളത്. കാരണം അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് വഫഖിഹു ഫിദ്ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അതിന്റെ പേരിൽ ഹിബറുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഖുർആനിന്റെ പണ്ഡിതൻ എന്ന് പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു അടിമ ഇത് കണ്ടിട്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞു, അങ്ങേര് ഒരു റക്അത്തെ വിത്ർ നിസ്കരിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഅഹു ഫഇന്നഹു സഹിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എടാ, നീ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാനും അദ്ദേഹം ചെയ്ത കാര്യത്തെ നോക്കാനും ചർച്ച ചെയ്യാൻ നീ ആരാ? അദ്ദേഹത്തെ വിട്ടിട്ട് നീ നിന്റെ പണിക്ക് പോ, നീ എന്തിനാ അത് നോക്കാൻ നടക്കുന്നതിന്റെ പുറകെ? ഫഇന്നഹു സഹിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ കൂടിയ, തങ്ങളോടൊപ്പം സഹവസിച്ച സഹാബിയ. അതിന്റെ വിധങ്ങൾ കാണാതെ, ചെയ്തത് കാണാതെ എന്തെങ്കിലും ചെയ്യുവോ? നീ അങ്ങനെ വിമർശിക്കാറായോ? വേറെ ആയത്തിൽ വരുന്നു, ദഅഹു അസാബ ഫഇന്നഹു ഫഖീഹുൻ, അദ്ദേഹം ചെയ്തത് ശരിയാണ്, ദീനിൽ വലിയ ഉയർന്ന വിവരമുള്ള അറിവുള്ള ആളാണ്, നീ അതൊന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട, നീ നിന്റെ പണിക്ക്. ആരാ പറയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പോലത്തെ പ്രമുഖരായ സഹാബാക്കൾ അദ്ദേഹത്തിൽ നിന്നും ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. എന്താ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിഞ്ഞുകൂടെ മുആവിയയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ റിവായത്ത് ചെയ്യാൻ പാടില്ല, അദ്ദേഹം അംഗീകരിക്കപ്പെടാത്ത ആളാണെന്ന്? അപ്പൊ ഇവരെയെല്ലാം തള്ളിപ്പറയണോ? പോട്ടെ, മുആവിയ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഷാമിലെ ഗവർണറായി നിയോഗിക്കപ്പെട്ട ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിക്കുന്നു ഷാമിലെ ഗവർണറായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് 4 കൊല്ലം അദ്ദേഹം അവിടുത്തെ ഗവർണറായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആരാ? ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറായി നിശ്ചയിക്കുന്ന ആളുകൾ അദ്ദേഹം ഏതെങ്കിലും ഒരു ഉദ്യോഗം ഏൽപ്പിച്ചാൽ അയാളെ കുറിച്ച് രഹസ്യമായി അന്വേഷിക്കും. അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, പെരുമാറ്റം എങ്ങനെയാ, അദ്ദേഹം എന്താ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ, എല്ലാം അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കറയുള്ള ആളാണെന്ന് തോന്നിയാൽ ആളെ മാറ്റിക്കളയും. വേറെ ആളെ പകരം നിശ്ചയിക്കുന്ന ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിൽ അനീതിയൊന്നും ഉണ്ടാവില്ലല്ലോ, ലോകം സംഭവിച്ചതാണല്ലോ. ആ ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറായി നിശ്ചയിക്കുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 4 കൊല്ലം അദ്ദേഹം ഗവർണറായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം വന്നു. 12 വർഷം. ഈ 12 വർഷവും അദ്ദേഹം അവിടെ ഗവർണറായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം വന്നു. 6 കൊല്ലം. ഈ 6 കൊല്ലവും ഷാമിലെ ഗവർണറായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു വരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുമായിട്ട് സുൽഹ് നടത്തി അദ്ദേഹത്തിന് ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു ചെയ്തത് തെറ്റാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു വരുന്നു, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഓടി പള്ളിയിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് മടിയിലിരുത്തുന്നു. സഹാബാക്കൾ ഇരിക്കുന്നു. സഹാബാക്കളോട് പറഞ്ഞു, ഇന്ന ബനി ഹാദാ സയ്യിദുൻ ലഅല്ലല്ലാഹ അൻ യുസ്ലിഹ ബൈന ഫിഅതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ. ചെറുപ്പത്തില് ഹസൻ റളിയല്ലാഹുവിനെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് സയ്യിദുൽ ബശർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു സഹാബാക്കളോട്, എന്റെ ഈ മോൻ സയ്യിദാണ്, നേതാവാണ്. എന്നിട്ട് പറഞ്ഞു, ലഅല്ലല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു തആല ഈ മകനെ കൊണ്ട് മുസ്ലിമീങ്ങളുടെ വലിയ 2 വിഭാഗത്തിനിടയിൽ സന്ധി ഉണ്ടാക്കും. ഏതാ 2 വിഭാഗം? ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം ഭരണമേൽക്കുന്ന കാലത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഭാഗവും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വിഭാഗം. സഹാബാക്കൾ 2 ഭാഗത്തുമുണ്ട്. വലിയ സംഘം മുസ്ലിമീങ്ങളുടെ തമ്മില്
ചെറിയ പിണക്കം വന്നു, ചെറിയ അഭിപ്രായ ഭിന്നത വന്നു. ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് സന്ധിയായിട്ട് അദ്ദേഹം ഒഴിവായി വന്നു. നബി തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. എന്താ തങ്ങൾ പറഞ്ഞത്? ബൈന ഫിഅതൈനി അളീബതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ രണ്ട് വലിയ സംഘങ്ങൾ. അപ്പൊ മുസ്ലിമീങ്ങളായ രണ്ട് സംഘങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും, അവർ തമ്മിൽ പിണങ്ങും, അവിടെ സുൽഹുണ്ടാകും. സുൽഹുണ്ടാക്കുന്നത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. ഈ രണ്ട് വിഭാഗവും മുസ്ലിമീങ്ങളാണ്. ബൈന ഫിഅതൈനി അളീബതൈനി മിനൽ മുസ്ലിമീൻ, രണ്ട് വിഭാഗവും മുസ്ലിമീങ്ങളാ. ഒരു ഭാഗത്ത് നേതാവ് മാത്രം മുസ്ലിമല്ല. ഇസ്ലാമിൽ എന്തോ കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതിനുശേഷം പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു 20 വർഷവും കൂടി ഖിലാഫത്തും നടത്തി. വെറും ഗവർണർ ആയിരുന്നതല്ല, പിന്നെ ഖലീഫയായിരുന്നു. ഈ കാലത്ത് മുഴുവനും സഹാബാക്കൾ ജീവിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ ഹദീസ് സത്യമാണ്. എന്റെ മിമ്പറിൽ മുആവിയയെ കണ്ട കൊല്ലണമെന്ന് പറഞ്ഞ അത് നടപ്പിലാക്കാതെ ഈ സഹാബാക്കൾ ഇരിക്കുവോ? ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുവോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരിക്കുവോ? ലക്ഷക്കണക്കിന് സഹാബാക്കൾ അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഈ സഹാബാക്കൾ എല്ലാവരും ഉണ്ടല്ലോ. നബിതങ്ങൾക്ക് ശേഷം കുറച്ചു പേരല്ലേ മരണപ്പെട്ടു പോയുള്ളൂ. ബാക്കി മുഴുവൻ സഹാബാക്കൾ. ഇവരാരും നബിതങ്ങളുടെ ഈ കൽപ്പന അനുസരിക്കൂലേ? ഇങ്ങനെ അങ്ങ് വിട്ടേക്കുക 10, 40, 50 വർഷത്തോളം. എങ്ങനെ മനുഷ്യർക്ക് പറയാൻ തോന്നുന്നു? സഹാബാക്കളെ കുറിച്ച് ഇങ്ങനെ വന്നു. ഇതുപോലെ വേറെ പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപം പറയുന്നവർ സൂക്ഷിക്കണം. സഹാബാക്കളെ മുഴുവൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതായത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഇവരാരും ചെയ്തില്ല. അപ്പൊ നബി തങ്ങളുടെ കൽപ്പന അനുസരിക്കാത്തവരല്ലേ ഈ 4 ഖലീഫമാരുടെ കാലത്തും ജീവിച്ചിരുന്ന മുഴുവൻ സഹാബാക്കളും എന്നല്ലേ അർത്ഥം? അത് പറയാൻ വേണ്ടി. അപ്പൊ ദീനിനെ ചവിട്ടിന്ന് മാന്തി പൊളിക്കുകയാണ്. ദീനിന്റെ തറ അടിക്കല്ലേ മാന്തി പൊളിക്കുകയാണ്. കെട്ടിടം പൊളിക്കാൻ വേണ്ടി സാധാരണ മോളിൽ ഒരു ഷീറ്റാണെങ്കിൽ ഷീറ്റ് എടുക്കും, പിന്നെ കമ്പി എടുക്കും, പിന്നെ കട്ട എടുക്കും, പിന്നെ മതിൽ പൊളിക്കും, താഴോട്ട് വരും, ജനലും കട്ടിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കും. എല്ലാം കഴിഞ്ഞിട്ടാ പിന്നെ തറ മാന്തുന്നത്. ഇവരതല്ല ചെയ്യുന്നത്. ഇവർ ഈ തൊരപ്പനെലിയുടെ മാതിരി പോയി തറയങ്ങോട്ട് മാന്തി എടുക്കുകയാണ്. അവിടുത്തെ കല്ലങ്ങ് മാന്തി കളഞ്ഞാൽ പിന്നെ എല്ലാം പൊളിഞ്ഞു തീർന്നല്ലോ. സഹാബാക്കളെ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നടപടി ആരും നടപ്പിലാക്കിയില്ല ഈ സഹാബാക്കൾ. ആരൊക്കെ? ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ്, ഹസൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരാരും നടത്തിയില്ല. അഹ്ലു ബൈത്ത് പോലും ചെയ്തില്ല എന്ന് വരുത്താൻ വേണ്ടി, ദീനിനെ പൊളിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന കള്ളവാദങ്ങളാണിത്. ഇതൊന്നും സഹാബാക്കളെ കുറിച്ച് പറയാൻ പാടില്ല. സഹാബാക്കളെ കുറിച്ച് പറഞ്ഞ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ലഅനത്തുല്ലാഹി അലാ ശരീക്കും എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് പറഞ്ഞൊഴിവായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇങ്ങനെ സഹാബാക്കളെ കൂട്ടമായിട്ടും ഒറ്റയ്ക്കുമൊക്കെ ആക്ഷേപിക്കുന്നവർ, അതിന്റെ പേരിൽ ദീനിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. സഹാബാക്കൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ശരിക്കും അറിയുന്ന അല്ലാഹു തന്നെയാണ് ഖിയാമത്ത് നാൾ വരെ ഖുർആനിൽ ഓതാൻ വേണ്ടി ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിച്ചത്. റളിയല്ലാഹു അൻഹും വറളു അൻഹു ഉലൈക ഹുമുസ് സാദിഖൂൻ ഉലൈക ഹുമുസ് സിദ്ദീഖൂന വശുഹദാ ഉലൈക ഹുമുർ റാഷിദൂൻ ഉലൈക അംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. ഇതെല്ലാം അല്ലാഹു വെച്ചേക്കുന്നത് ഖിയാമത്ത് നാൾ വരെ ഓതാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വെച്ചേക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സഹീഹായ ഹദീസുകൾ നമ്മൾക്ക് നബി തങ്ങൾ പറഞ്ഞു തന്നേക്കുന്നത് ഇതറിയാൻ വേണ്ടിയിട്ടാ. ഇവരുടെ പെരുമാറ്റം, സഹാബാക്കൾ അവരോട് പെരുമാറിയ പെരുമാറ്റം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെയും അതിലേക്ക് നമ്മൾ തിരിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് അറിഞ്ഞിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് അവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോയാൽ പിന്നെ അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയെങ്കിലും നേർവഴിയാക്കിയാൽ അവൻ നേർവഴിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയെങ്കിലും വഴികെടുത്തിയാൽ വലൻ തജിദ ലഹു നസീറ, അവനെ പിന്നെ നേരെ കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞു വെച്ചേക്കുക. അപ്പൊ അല്ലാഹു തആല വഴികെടുത്തിയ ആൾക്കാരെ വിട്ടേക്കണം. അവരുടെ കൂട്ടത്തിൽ നമ്മൾ കൂടുകയല്ല ചെയ്യേണ്ടത്. അവർ പറയുന്നത് മനസ്സിലാക്കി നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഒത്തുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അവിടെ എന്താണ് അല്ലാഹുവും റസൂലും പറഞ്ഞേക്കുന്നത് എന്ന് നോക്കണം. അല്ലാഹുവും റസൂലും പറഞ്ഞേക്കുന്ന കാര്യത്തെ നമ്മൾ അനുസരിക്കണം. അല്ലാതെ പരിശുദ്ധമായ ദീനിനെ അതിന്റെ ചവിട്ടിന്ന് തറയോടെ തോണ്ടിക്കളയാമെന്ന് ആരും വിചാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ കുറിച്ച് ശരിയായ നിലയിൽ മനസ്സിലാക്കാനും അവരുടെ മഹത്വം ഫഅരിഫു ലഹും ഫളലഹും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സഹാബാക്കൾ ഫഅരിഫു ലഹും ഫളലഹും, അവരുടെ മഹത്വത്തെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം.
റസൂൽ റളിയല്ലാഹു അൻഹു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഫഅരിഫൂ ലഹും ഫളലഹും വത്തബിഉ മസ്തതഅതും മിൻ ആസാരിഹി. അവരുടെ ചവിട്ടടികൾ നിങ്ങളെ കൊണ്ട് സാധിക്കും പോലെ നിങ്ങൾ പിൻപറ്റി ജീവിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ ഉപദേശം കേട്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്കും മുഴുവൻ ഉമ്മത്തിനും ലോക മുസ്ലിമീങ്ങൾക്കും അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരവും സമാധാനത്തോടെ ക്ഷമിച്ചിരുന്നതിന്റെ പേരിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കബൂലാക്കട്ടെ. എല്ലാവർക്കും ഉയർന്ന പ്രതിഫലം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിനെ ഖിയാമത്ത് നാൾ വരെ തനതായ രൂപത്തിൽ നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളുടെ പരമ്പരകളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.